അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, സൂറത്തുർ റഹ്മാന്റെ വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ നരകത്തെ സംബന്ധിച്ചുള്ള വർണ്ണനകളായിരുന്നു നൽകിയത്. ഇനി അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അവസാന ഭാഗത്ത് സ്വർഗവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകളാണ്. ഇതിൽ 43 മുതലുള്ള ആയത്തുകളാണ്. കഴിയുന്നത്ര ഈ ഒരു ഭാഗത്ത് കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 43 മുതലുള്ള ആയത്തുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 43-ാമത്തെ ആയത്തിൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്ക് 2 സ്വർഗത്തോപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അടുത്ത സെക്ഷൻ ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരുന്നത് നരകത്തെ സംബന്ധിച്ചുള്ള പേടിപ്പെടുത്തുന്ന വർണ്ണനകൾ, ഭയപ്പെടുത്തുന്ന വർണ്ണനകളായിരുന്നു ഇതുവരെ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു, കുറ്റവാളികളുടെ കൈകാലുകളും നെറ്റിയും കൂട്ടിപ്പിടിച്ച് നരകത്തിലേക്ക് എറിയുന്നതും ചുട്ടുതിളക്കുന്ന ആ നീരുറവക്ക് ചുറ്റ് അവർ തിരിയുന്നതും യതൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തിയ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സംബന്ധിച്ചുള്ള അതിമനോഹരമായിട്ടുള്ള വർണ്ണനകൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതീക്ഷ നൽകുകയാണ്. ഇപ്പം ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പേടിപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ്. നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് നാം വിശദീകരിച്ചു. ഇപ്പം ശിക്ഷയെ സംബന്ധിച്ച് ഇതേ രൂപത്തിൽ ഭയപ്പെടുത്തി ആ ഭയം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ, അടുത്ത ആയത്ത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച ആളുകൾക്ക് സ്വർഗമുണ്ട്. അവിടെ ഖൗഫ് എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചു എന്നുള്ളത് അതിമനോഹരമാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്ക് സ്വർഗമുണ്ട്, 2 സ്വർഗത്തോപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അപ്പം ഈ സൂറത്തുർ റഹ്മാന്റെ അവസാന ഭാഗത്ത് നമ്മൾ സ്വർഗത്തിലേക്ക് ഒരു ടൂർ പോകുന്ന പോലെയാണ്. അതായത് ഇനി അങ്ങോട്ട് കടന്നു വരുന്നത് മുഴുവൻ സ്വർഗത്തെ സംബന്ധിച്ച അതിമനോഹരമായിട്ടുള്ള വർണ്ണനകളാണ്. അപ്പം അതിലേക്ക്, ആ ആയത്തുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വർഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ആദ്യം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് സ്വർഗത്തെ സംബന്ധിച്ച് കുറിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം, ഒന്നാമതായിട്ട് കടന്നു വരുന്ന പദം നമുക്കെല്ലാം അറിയാം, ജന്ന എന്നുള്ള പദം. ജന്ന എന്നുള്ള പദം തോട്ടങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ സന്ദർഭത്തിൽ മറ്റൊരു പദത്തെ വിശദീകരിക്കാനാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. കാരണം ഇൻഷാ അല്ലാഹ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അത് ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണം കേൾക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം ഫിർദൗസ് എന്നുള്ള പദമാണ്. പരിശുദ്ധ ഖുർആനിലെ 2 സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് സൂറത്തുൽ കഹ്ഫ്, പരിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായമായ സൂറത്തുൽ കഹ്ഫിലും സൂറത്തുൽ മുഅ്മിനൂനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദം ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിമനോഹരമായിട്ടുള്ള അത്ഭുതപ്പെടുന്ന ഒരു പദമാണ് ഫിർദൗസ് എന്നുള്ള പദം. ആ ഒരു പദവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഇതൊരു അറബി പദമേ അല്ല. മറ്റുള്ള ഭാഷയിൽ നിന്നും അറബി ഭാഷയിലേക്ക് കടമെടുത്തൊരു പദമാണ് ഫിർദൗസ് എന്നുള്ള പദം. അപ്പം ഞാൻ നേരത്തെ അല്ലമഹുൽ ബയാൻ വിശദീകരിച്ച സന്ദർഭത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എല്ലാ ഭാഷയും ഒരു പ്രോട്ടോ ലാംഗ്വേജ്, അതായത് ഒരു ആദിമ ഭാഷയിൽ നിന്നും പരിണമിച്ചിട്ടാണ് ഇതര ഭാഷകളെല്ലാം ഉണ്ടായത്. അപ്പം നമ്മൾ അതേ രൂപത്തിൽ അറബി ഭാഷയിലേക്ക് മറ്റൊരു ഭാഷയിൽ നിന്നും കടമെടുത്ത പദമാണ് ഫിർദൗസ് എന്നുള്ള പദം. ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ നമുക്കറിയാം, ഇംഗ്ലീഷിൽ സ്വർഗത്തെ കുറിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദം പാരഡൈസ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഫിർദൗസ് എന്നുള്ള ആ പദത്തിന്റെ ആ ഫാ എന്നുള്ള അക്ഷരം മാറ്റിയിട്ട് നമ്മൾ പി ചേർത്തിട്ട് ഇംഗ്ലീഷിൽ വായിച്ചാൽ പാരഡൈസ് അല്ലെങ്കിൽ ഫിർദൗസ്, അത് രണ്ടും യഥാർത്ഥത്തിൽ ഒരേ പദമാണ്. അപ്പൊ ഇംഗ്ലീഷിലേക്കും അറബിയിലേക്കെല്ലാം ആ ഒരു പദം എത്തുന്നത്, നമ്മൾ അതിന്റെ ഉത്ഭവം അല്ലെങ്കിൽ എറ്റിമോളജി, അത് ഭാഷാ നിഘണ്ടു നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഏറെക്കുറെ എല്ലാ ഭാഷയിലും സ്വർഗത്തെ കുറിക്കാൻ വേണ്ടി ഈ പദം ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സംസ്കൃത ഭാഷയിൽ വരെ, നമ്മുടെ മലയാളം എല്ലാം പരിണമിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ആ സംസ്കൃത ഭാഷയിൽ വരെ യഥാർത്ഥത്തിൽ പർദീശ എന്നാണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ഹീബ്രുവിൽ പർദീസ്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയ അറബികൾക്ക് പരിചയമുള്ള ഒരു പദമായിരുന്നു ഇത്. എന്തിനാണ് ഞാൻ ആ പദത്തെ വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഒരല്പം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഈ പദം ഉത്ഭവിക്കുന്നത്, ആ പദം ജനിക്കുന്നത് പുരാതന ഇറാനിയൻ ഭാഷയിലാണ് ആ പദം ഉത്ഭവിക്കുന്നത്. ആ പദം ഇറാനിയൻ ഭാഷയിൽ, അല്ലെങ്കിൽ ആ ഭാഷ ഇന്ന് ലോകത്ത് നിലവിലില്ല, ആ പുരാതന ഇറാനിയൻ ഭാഷയിൽ ഫിർദൗസ് എന്നുള്ള പദം യഥാർത്ഥത്തിൽ 2 വാക്കുകളുടെ മിശ്രിതാണ്. ആ 2 വാക്ക് എന്താന്ന് വെച്ചാൽ, ഒന്ന് പൈറ, രണ്ടാമതായിട്ട് ദേശ്.
പൈറ എന്ന് വെച്ചാൽ ആ ഭാഷയിലുള്ള അതിന്റെ അർത്ഥം പച്ചപ്പിനാൽ അല്ലെങ്കിൽ നിരവധി പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മതിൽ എന്നാണ് പൈറ എന്നുള്ളതിന്റെ അർത്ഥം. രണ്ടാമത്തെ വാക്ക് ദൈസ് എന്നുള്ളതാ. ദൈസ് എന്ന് വെച്ചാൽ വാസസ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. ആ ദൈസ് എന്നുള്ള പദമാണ് ഇപ്പോൾ പിന്നീട് നിരവധി ഭാഷകളിലൂടെ അവസാനം സംസ്കൃതത്തിൽ ദേശ്, പിന്നീട് നമുക്കറിയാം മലയാളത്തിൽ വരെ ദേശം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഹിന്ദിയിലും ഉറുദുവിലെല്ലാം ദേശ് എന്നുള്ള പദം, അതായത് സ്വദേശം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ മണ്ണിനാണ് നമ്മൾ സ്വദേശം എന്ന് വിളിക്കാറുള്ളത്. അതാണ് ദേശ് എന്നുള്ള പദം. ഈ രണ്ട് വാക്കുകളുടെ മിശ്രിതമാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ ഇതേ പദം ഉപയോഗിക്കുന്നതിലുള്ള ഒരു യുക്തി അതിമനോഹരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമുക്കറിയാം സ്വർഗം എന്നുള്ളത് അത് പച്ചപ്പിനാൽ നിരവധി പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമതായിട്ട് അത് നമ്മുടെ വീടാണ്, നമ്മുടെ സ്വദേശമാണ് സ്വർഗം. അതായത് നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ച നമ്മുടെ വീടാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്നുള്ളത്. പിന്നീട് നമുക്കറിയാം പിശാച് ലഅനത്തുല്ലാഹി അലൈഹിയുടെ പ്രലോഭനം കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭവനത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. അത് വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു സൂറത്തുൽ ബഖറയുടെ 38-ാമത്തെ വചനത്തിൽ ഫഖുൽ ലഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുക. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, എന്റെ പക്കൽ നിന്നുള്ള ഹുദ അല്ലെങ്കിൽ മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ആര് ആ മാർഗദർശനത്തെ പിൻപറ്റുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല, ഭയക്കേണ്ടിയും വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അവിടെ നിന്ന് അയക്കുന്നത്. അതായത് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, എന്റെ പക്കൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നെത്തുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് കാലങ്ങളായിട്ട് സ്വർഗത്തിലേക്ക് തിരിച്ചെത്താനുള്ള വഴി, അതായത് ആ മാർഗദർശനം ഭൂമിയിലേക്ക് വന്ന സർവ്വ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരുന്നു. അത് പിൻപറ്റിയ ആളുകളെല്ലാം അവസാനം അതേ വീട്ടിൽ പിന്നെ തിരിച്ചെത്തും. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് അവസാനമായിട്ട് വന്ന പരിശുദ്ധ ഖുർആൻ. അതായത് നമ്മുടെ സ്വർഗത്തിലേക്ക് തിരിച്ചെത്താനുള്ള നമുക്ക് വഴി കാണിച്ചു തരുന്ന നമ്മുടെ GPS ആണ് നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആൻ. അതനുസരിച്ച് വഴി തെറ്റാതെ ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പിതാവിന് നൽകപ്പെട്ട ആ ഭവനത്തിൽ നമുക്ക് തിരിച്ചെത്താൻ സാധിക്കും എന്നുള്ളത് സുബ്ഹാനല്ലാഹ് അതിമനോഹരാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞ ഫിർദൗസ് എന്നുള്ള പദത്തിന്റെ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു യുക്തി. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു പ്രയോഗത്തിന്റെ അതിന്റെ മറ്റൊരു ഭംഗി എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലെല്ലാം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച മറ്റൊരു പദം. ഇപ്പോൾ നമുക്കറിയാം ആദം നബി അലൈഹി നമ്മുടെ പിതാവിന് നൽകപ്പെട്ട ഭവനാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിതാവിന്റെ സ്വത്തിന്റെ അനന്തരാവകാശികൾ മക്കളാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബനീ ആദമാണ്, ബനു ആദമാണ്. നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിതാവിന് നൽകപ്പെട്ട ആ സ്വത്ത് നമ്മുടെ അനന്തരാവകാശമായിട്ട് ലഭിക്കേണ്ട സ്വത്താണത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ ഭംഗി. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പല സ്ഥലത്തും സൂറത്തുൽ മുഅ്മിന്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലൈക ഹുമുൽ വാരിസൂൻ, അവര് തന്നെയാണ് അതിന്റെ അനന്തരാവകാശികൾ എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അടുത്ത ആയത്തിലും അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവർക്ക് ഫിർദൗസ് അനന്തരാവകാശമായിട്ട് നൽകപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതേ പ്രയോഗം പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിക്കുന്നുണ്ട്. സൂറത്ത് മറിയമിന്റെ 63-ാമത്തെ ആയത്തിൽ തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിന, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പദാണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിന്റെ 43-ാമത്തെ വചനത്തിലും ഊരിസ്തുമൂഹ, അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം അനന്തരാവകാശത്തെ കുറിക്കുന്ന പദമാണ്, വിറാസ എന്നുള്ള പദം. അപ്പൊ അനന്തരാവകാശത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അതേ പദാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. സൂറത്തു നിസാഇന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ പിതാവിൽ നിന്നും മക്കൾക്ക് ലഭിക്കേണ്ട സ്വത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഫഇല്ലം യകുൽ ലഹു വലദുൻ വവരിസുഹു, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പദാണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ സൂറത്ത് മറിയം, പരിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം 19-ാമത്തെ അധ്യായം സൂറത്ത് മറിയമിന്റെ 6-ാമത്തെ ആയത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിലും യരിസുനി വ യരിസു മിൻ ആലി യാഖൂബ്,
അവിടെയും അതേ പദം ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മുടെ പിതാവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഭവനമാണ് ആ സ്വർഗം എന്നുള്ളത്. അത് നമുക്ക് അനന്തരാവകാശമായിട്ട് ലഭിക്കേണ്ടതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ ഭൂമിയിൽ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അനന്തരാവകാശ സ്വത്ത് നമുക്ക് ലഭിക്കും. പക്ഷേ ഈ സ്വത്ത് അത് അല്പം വില പിടിപ്പുള്ള സ്വത്താണ്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരിക്കലും ഫ്രീ ആയിട്ട് അനന്തരാവകാശമായിട്ട് കിട്ടൂല. മറിച്ച് ഈ അനന്തര സ്വത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിന് അധ്വാനിക്കേണ്ടതുണ്ട്. അധ്വാനിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. എന്താണ് അധ്വാനം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ജീവിത മാർഗദർശനങ്ങളെ പിൻപറ്റുക. ആ ജീവിത മാർഗദർശനം അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ എന്നുള്ള ഞാൻ പറഞ്ഞ ആ വഴികാട്ടി അല്ലെങ്കിൽ ആ GPS അതനുസരിച്ചുകൊണ്ട് നമ്മൾ ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾ അതിന്റെ വാരിസൂനായിട്ട് അല്ലെങ്കിൽ അനന്തരാവകാശികളായിട്ട് മാറുന്നുള്ളൂ. അതാണ് അതിന്റെ ആ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ള ഭംഗി. സുബ്ഹാനല്ലാഹ്, അതിമനോഹരാണ് സ്വർഗം. നമ്മുടെ ഭാവനകൾക്കോ സങ്കല്പങ്ങൾക്കോ എല്ലാം അതീതമാണ് സ്വർഗം. അപ്പൊ അതിനെ സംബന്ധിച്ച് നമ്മുടെ ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസ്, സ്വർഗത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ ആദ്യം നമ്മൾ മുന്നിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസ്, അത് ആദ്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് പലപ്പോഴും നമ്മൾ കേട്ടതായിട്ടുള്ള ഒരു ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നമ്മളെല്ലാം പല സന്ദർഭത്തിലായിട്ട് കേട്ടതാണ്. പക്ഷേ ഈ ഒരു ഹദീസ് നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം വിവരണങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സി ആയിട്ടുള്ള ഹദീസാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറയുന്നതായിട്ടുള്ള ഹദീസ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഹദീസുകൾ ആ ഗണത്തിൽ വരുന്ന ഹദീസുകളാണ് ഖുദ്സി ഹദീസുകൾ. അത്തരം ഹദീസുകൾ, ആ ഒരു ഹദീസിൽ, ബുഖാരി ധരിക്കുന്ന ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഅദത്തു ലി ഇബാദിയ സ്വാലിഹീൻ, എന്റെ സൽക്കർമ്മികളായിട്ടുള്ള അടിയാന്മാർക്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു. അള്ളാഹിന്റെ സച്ചരിതരായിട്ടുള്ള ദാസന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു. എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? മാലാ ഖൈനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കാണാത്തത്. അതേപോലെ തന്നെ വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും ഇതുവരെ കേൾക്കാത്തത്. സുബ്ഹാനല്ലാഹ്. അവസാനമായിട്ട് പറയുന്ന പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയം കൊണ്ടും ചിന്തിക്കാൻ സാധിക്കാത്തത് എൻ്റെ നല്ല അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ചുരുക്കത്തിൽ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചതെല്ലാം നമുക്ക് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സംശയം, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന സ്വർഗീയമായിട്ട് നമുക്ക് ലഭിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഇപ്പൊ സ്വർഗത്തിലുള്ള സ്ത്രീകളെ നമുക്കറിയാം, പഴങ്ങള്, അപ്പൊ അതിലുള്ള റുമാൻ, അതേപോലെ തന്നെ അതൊക്കെ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നദികള്, മാംസം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം ഉണ്ടാവും. അതിന്റെ ഒരു ഭംഗി എന്താന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് സൃഷ്ടിച്ചത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. ആഖിറത്താണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ആഖിറത്താണ്. അപ്പൊ ദുനിയാവ് എന്നുള്ളത് ആ ആഖിറത്തിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു വഴി മാത്രമാണ്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിലൂടെ വേഗം കുതിക്കാൻ വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അതിന് സമാനമായിട്ടുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സൃഷ്ടിച്ചു. അതായത് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആ കാര്യങ്ങളുടെ എല്ലാം, അതിന്റെ എല്ലാം ചെറിയൊരു അംശം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഒരു കാരുണ്യം, അത്തരം കാര്യങ്ങളിലേക്ക് ഒരു ആകർഷണം മനുഷ്യന്റെ ഫിത്രയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു. അതായത് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്നതിന്റെ എല്ലാം ചെറിയൊരു അംശം, അതിന്റെ 1% അല്ലെങ്കിൽ അത്രയുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ സ്വർഗീയമായിട്ട് നമുക്ക് ലഭിക്കാനിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മുഴുവൻ അനുഗ്രഹങ്ങളും അതിന്റെ മറ്റൊരു രൂപത്തിൽ നമുക്ക് ഭൂമിയിൽ അത് കാണാൻ സാധിക്കും. പഴവർഗ്ഗങ്ങൾ, അത് ഭൂമിയിൽ നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ സ്ത്രീകള് ആ സൗന്ദര്യത്തോടു കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തേനും പാലും, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, പരിചയമുള്ള കാര്യങ്ങളാണെന്ന് മാത്രമല്ല, അതിലേക്കെല്ലാം മനുഷ്യന് സൃഷ്ടിപ്പിൽ തന്നെ ഒരു ആകർഷണം നൽകിയിട്ടുണ്ട്. ആ ഇഷ്ടം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ നിശ്ചയിപ്പിച്ചതാണ്. അതും അള്ളാഹിന്റെ കാരുണ്യമാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നരകത്തെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിലും നരകത്തിലെ തീ, അതേപോലെ തന്നെ ദുനിയാവിലെ തീയുണ്ട്, അതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ തന്നെ ഒരു ഭയവും നൽകി, അതിൽ നിന്ന് നമ്മൾ അകലാൻ വേണ്ടി. ഇതൊക്കെ അള്ളാഹിന്റെ കാരുണ്യമാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, അതായത് സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭൂമിയിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ
അത് വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊന്നും മനസ്സിലാവില്ല, ആയത്തുകളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് മാത്രമല്ല, അത് നേടിയെടുക്കാൻ ഒരു പ്രചോദനം ഉണ്ടാവില്ല. അപ്പൊ സ്വർഗത്തിൽ അതേ സന്ദർഭത്തിൽ സ്വർഗീയ സ്ത്രീകളെ വിവരിക്കുന്നതും സ്വർഗത്തിലുള്ള ഇതേ രൂപത്തിലുള്ള പാലും തേനൊക്കെ പറയുന്ന സന്ദർഭത്തിൽ അതൊക്കെ ദുനിയാവിൽ നമുക്ക് ഒരർത്ഥത്തിൽ പരിചയമുള്ള കാര്യങ്ങളാണ്, പരിചയമുള്ളതും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആയത്തുകളെല്ലാം അത് നേടിയെടുക്കാൻ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം വായനക്കാരിൽ സൃഷ്ടിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അതിന് സമാനമായിട്ടുള്ളത് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാനുള്ള കാരണം. പക്ഷെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, നേരത്തെ പറഞ്ഞ ഹദീസ് ഒരിക്കലും അതൊന്നും സമമല്ല. ഇപ്പൊ സ്വർഗത്തിലെ പാൽ എന്ന് പറയുമ്പോൾ ദുനിയാവിലെ പാലുമായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കണ്ണുകൾ ഇതുവരെ കാണാത്തതോ നമ്മുടെ ചെവി ഇതുവരെ കേൾക്കാത്തതോ നമ്മുടെ ഭാവനകൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതോ ആണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വായിക്കണം. അദ്ദേഹം പറയുകയുണ്ടായി, സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വസ്തുക്കളെല്ലാം ദുനിയാവിൽ നമ്മൾ പേരിൽ മാത്രമേ സാമ്യമുള്ളൂ, പേരിൽ മാത്രമേ സാമ്യമുള്ളൂ, മറ്റുള്ള ഒന്നുകൊണ്ടും അതൊരു സാമ്യവും ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ആയത്ത് സൂറത്തുൽ ബഖറയുടെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വബശ്ശിരില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തുൻ തജ്രി, ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവിടെ സ്വർഗ്ഗവാസികൾ കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിർ റിസ്ഖൻ, അവര് അതിലുള്ള ഓരോ വിഭവങ്ങളും ഭക്ഷിക്കാൻ അവർക്ക് നൽകപ്പെടുന്ന സന്ദർഭത്തിൽ അവർ പറയും, ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് നമുക്ക് മുൻപരിചയമുണ്ടല്ലോ, അതായത് ഇതേപോലുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ദുനിയാവിലുള്ള അവരുടെ ഓർമ്മയാണ് അവർ അവിടെ പങ്കുവെക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത്ര മനോഹരം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, വഅ്തു ബിഹി മുതശാബിഹ, അവർക്ക് പരസ്പരം സാദൃശ്യമുള്ള രൂപത്തിൽ ഞാൻ നൽകപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ദുനിയാവിലുള്ള അതിന് സാദൃശ്യമായിട്ട് നൽകപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരിക്കലും അത് സമമല്ല. അതായത് അതിന്റെ രുചിയും അതൊന്നും ഒരിക്കലും ദുനിയാവുമായിട്ട് നമ്മൾക്ക് ചേർത്ത് ചിന്തിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ കാണുന്ന സന്ദർഭത്തിൽ നമുക്ക് പരിചയമുള്ളതാണെന്ന് തോന്നും, പക്ഷേ തിന്നു നോക്കുന്ന സന്ദർഭത്തിലാണ് അതിന്റെ വ്യത്യാസം അറിയുക. കാഴ്ചയിൽ മാത്രമേ സാമ്യമുള്ളൂ, മറിച്ച് അതിന്റെ രുചി എന്നുള്ളത് മനുഷ്യഭാവനകൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, അപ്പൊ സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളെല്ലാം ഒരിക്കലും നമുക്ക് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് 100% ഗ്രഹിക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ നമുക്ക് സാധ്യമല്ല. അതിന്റെ തഫ്സീർ നമുക്ക് കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തുക വേണം. അത് എത്ര നമ്മൾ ദുനിയാവിൽ നമ്മുടെ ആ ഭാഷയിൽ എത്ര വർണ്ണിച്ചാലും അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആയത്തുകളുടെ തഫ്സീറൊക്കെ കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരണം. എത്ര മനോഹരാണ്. അപ്പൊ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തി നമ്മളിങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ, നമ്മൾ ഓരോന്ന് കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ ഖുർആന്റെ വചനങ്ങൾ ഇങ്ങനെ ഓർക്കും. സുബ്ഹാനല്ലാഹ്, അത്ര മനോഹരം. അപ്പൊ പാലിന്റെയും തേന്റെയും അരുവികളൊക്കെ നമ്മൾ പോയി ആസ്വദിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ആ രൂപത്തിൽ നമ്മൾ ആ പാലിന്റെയും തേന്റെയും എല്ലാം അരുവികൾ ആസ്വദിക്കുന്ന സന്ദർഭത്തിൽ നമ്മളിങ്ങനെ ഓർക്കും, സൂറത്തു റഹ്മാനിൽ ആ പറഞ്ഞ, അല്ലെങ്കിൽ സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ പാലിന്റെ അരുവി ഇതാണല്ലേ എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് ആസ്വദിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക എന്നുള്ളത് എത്ര മനോഹരമാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ദുനിയാവില് ഇപ്പൊ ഉംറക്കൊക്കെ വരുന്ന ആളുകൾക്ക് ആദ്യം ഉസ്താദ് ഒരു ക്ലാസ് കൊടുക്കും, ഉംറ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ക്ലാസ് ഒക്കെ നൽകും. അപ്പൊ ഈ ക്ലാസ് ഒക്കെ കേട്ട് നമ്മൾ നോട്ടൊക്കെ എഴുതിയെടുക്കും. അവസാനം ക്ലാസ്സിൽ നമ്മൾ അവിടെ കാണാൻ പോകുന്ന ഓരോന്നിന്റെയും വർണ്ണനകൾ ഉസ്താദ് കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഈ രൂപത്തിൽ കാണും, അവിടെ മക്കത്ത് നിങ്ങൾ കഅബയിൽ പോകുന്ന സന്ദർഭത്തിൽ ഓരോ കാര്യങ്ങൾ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ഓർത്തു വെക്കും. അവസാനം നമ്മൾ മക്കയും മദീനയിലേക്ക് എത്തി അതൊക്കെ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ നമ്മളിങ്ങനെ ഓർക്കും, ആ ഉസ്താദ് പറഞ്ഞ ആ സ്ഥലമാണല്ലോ ഇത്. ഇതേ രൂപത്തിൽ നമ്മൾ ഓർക്കും. അതേ രൂപത്തിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്ന ആ സ്വർഗീയ സുഖങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ ഇന്ന് വായിക്കും. ഇൻഷാ അല്ലാഹ് അത് അവിടെ എത്തുന്ന സന്ദർഭത്തിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ അത് ആസ്വദിക്കുക എന്നുള്ളത്. ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വർഗത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ചില അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അത് ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വഹീഹായിട്ടുള്ള ഹദീസ്, പ്രധാനമായിട്ട് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം ഉദ്ധരിച്ച് 100% സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ വന്ന അതിന്റെ വർണ്ണനകൾ, വിവരണങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കണ്ണും ഇതുവരെ കാണാത്തത്, ഒരു ചെവിയും ഇതുവരെ കേൾക്കാത്തതായിട്ടുള്ളതാണ് സ്വർഗത്തിലുള്ളതെല്ലാം.
ആ ഒരു വർണ്ണന, അതായത് ആ ഒരു ഹദീസ് വെച്ചുകൊണ്ടായിരിക്കണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും ഭൂമിയിലുള്ള എന്തെങ്കിലുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുതെന്ന് ആമുഖമായിട്ട് ഉണർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സ്വയമായിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്വർഗത്തിലുള്ള ഭവനങ്ങളെല്ലാം നിർമ്മിച്ചത് സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊണ്ടാണ്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ടാണ് സ്വർഗത്തിലുള്ള ഭവനങ്ങളെല്ലാം നിർമ്മിച്ചത്. അപ്പോൾ അതും നമ്മൾ ദുനിയാവിലുള്ള സ്വർണവുമായിട്ട് അതിനെ കമ്പയർ ചെയ്യരുത്, പ്രത്യേകമായിട്ട് ഓർക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ 24 ക്യാരറ്റ്, അത് അവിടെ പ്യുവർ അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്വർണ്ണമാണ്. അതിന്റെ വിവരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുതാര്യമായിട്ട് ഗ്ലാസ് പോലെയുള്ള സ്വർണം. സുബ്ഹാനല്ലാഹ്, അതിമനോഹരാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനിടയിൽ അപ്പോൾ നമുക്കറിയാം ഇഷ്ടിക അല്ലെങ്കിൽ കല്ല് നമ്മൾ വെച്ചുകൊണ്ട് ഒരു ബിൽഡിംഗ് പണിയുന്ന സന്ദർഭത്തിൽ നമ്മൾ സിമെന്റ് ഉപയോഗിക്കാറുണ്ട്. അവിടെ ഉപയോഗിച്ച സിമെന്റ് എന്നുള്ളത് കസ്തൂരിയാണ്. സുബ്ഹാനല്ലാഹ്, കസ്തൂരിയാണ് സിമന്റായിട്ട് ഉപയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെയുള്ള ചരൽ കല്ലുകൾ, അതായത് നമ്മുടെ മുറ്റത്തൊക്കെ നമ്മൾ ചരൽ കല്ല് കാണാറുണ്ട്, അവിടെയുള്ള ചരൽ കല്ലുകൾ അത് മുത്തും പവിഴവുമാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അവിടെയുള്ള മണ്ണ് എന്നുള്ളത് കുങ്കുമാണ്, ജഅഫറാൻ, കുങ്കുമാണ് അവിടെയുള്ള മണ്ണ്. ഈ കുങ്കുമം അതേപോലെ തന്നെ കസ്തൂരി എന്നൊക്കെ പറയുമ്പോൾ അതും നമ്മൾ ഭൂമിയിലുള്ളതുമായിട്ട് നമ്മൾ ചേർത്ത് ചിന്തിക്കരുത്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരാണ്. അപ്പൊ ഭൂമിയിലുള്ളതുമായിട്ട് ചേർത്ത് ചിന്തിക്കരുതെന്ന് പറയാൻ കാരണം മറ്റൊരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഭൂമിയിലുള്ള മുത്തെന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ കൈവെള്ളയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു മുത്താണ്. പക്ഷെ അവിടെ പറയുന്ന ഒരു മുത്ത് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു 60 മീറ്റർ ഉയരമുള്ള ഒരു മുത്ത്. ആ മുത്തിനകത്ത്, ആ മുത്ത് തുറന്നിട്ട് അതിനകത്തൊരു വീടുണ്ടാകും. ആ വീട്ടിൽ താമസിക്കുന്ന 2 ആളുകളെ സംബന്ധിച്ച് ഹദീസിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഇവിടെ മുത്തും പവിഴവും അതേപോലെ തന്നെയുള്ള പവിഴം എല്ലാം അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇതുമായിട്ട് ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഓരോന്ന് നമുക്ക് കാണിച്ചു തരുന്നതൊക്കെ ഇപ്പൊ 2004 ഇതുമായിട്ട് എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. 2004 നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്ക് അരികെ, അതായത് നമ്മുടെ ഗാലക്സിക്ക് അടുത്ത് നമ്മൾ കണ്ടെത്തിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രഹമുണ്ട്, ഭൂമിക്ക് സമാനമായിട്ടുള്ള ഒരു ഗ്രഹം. അതിന്റെ പേര് നൽകപ്പെട്ടത് 55 കാങ്ക്രി എന്നുള്ള, CANCRI. ഈ 51 കാങ്ക്രി എന്നറിയപ്പെടുന്ന ആ ഗ്രഹം അതൊരു ഡയമണ്ട് ഗ്രഹമാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഡയമണ്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഗ്രഹം. സുബ്ഹാനല്ലാഹ്, ആ ഗ്രഹം പൂർണ്ണമായിട്ട് നിർമ്മിക്കപ്പെട്ടത് ഡയമണ്ട് കൊണ്ടാണ്. അപ്പൊ അതേ സന്ദർഭത്തിൽ ഇവിടെ മുത്തിൽ തുറന്ന വീടെന്നൊക്കെ പറയുമ്പോൾ അത് സുബ്ഹാനല്ലാഹ് എത്ര മനോഹരാണ്. ഇത് രണ്ടും ചേർത്ത് വായിക്കുക. അതേപോലെ തന്നെ മറ്റൊരു ശാസ്ത്രീയമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പൊ യുറാനസിലും നെപ്റ്റ്യൂണിലും നമ്മുടെ സൗരയൂഥത്തിലുള്ള 2 ഗ്രഹങ്ങളാണ്. അവിടെയെല്ലാം ഡയമണ്ടിന്റെ മഴ വർഷിക്കാറുണ്ടെന്ന് ശാസ്ത്രലോകം എന്ന് പറയുന്നുണ്ട്. അതായത് ഡയമണ്ട് കൊണ്ടുള്ള മഴ. അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു ലോകത്തുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഇതേ രൂപത്തിൽ മുത്തും പവിഴവും എല്ലാം അവിടെ ചരൽക്കല്ലായിട്ടുണ്ടാകുമെന്നും അതേപോലെ തന്നെ അവിടുത്തെ മണ്ണെന്നുള്ളത് കുങ്കുമമാണെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് വളരെ സുഖമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള തെളിവുകളാണ് ദുനിയാവിൽ നമ്മൾ കാണുന്നത്. അപ്പൊ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകത്ത് തന്നെ ഇതേ രൂപത്തിൽ ഡയമണ്ട് കൊണ്ടുള്ള ഗ്രഹങ്ങളും അതേപോലെ തന്നെ ഡയമണ്ട് മഴയും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ കാണാത്ത വീട്ടിൽ ഒരു മുത്തിൽ തുറന്ന വീടും സ്വർണം കൊണ്ടുള്ള കെട്ടിടവും എല്ലാം വിശ്വസിക്കാൻ വളരെ എളുപ്പമായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വർഗത്തിലുള്ള ഒരു വൃക്ഷം. ഇപ്പൊ ഭൂമിയിലുള്ള വൃക്ഷത്തെ നമുക്കറിയാം, സ്വർഗത്തിലുള്ള വൃക്ഷത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതും സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന്റെ തണലിലൂടെ നിങ്ങൾ 100 വർഷം സഞ്ചരിച്ചാലും ആ വൃക്ഷത്തിനടിയിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതായത് 100 വർഷം നിങ്ങൾ ആ വൃക്ഷത്തിനടിയിലൂടെ സഞ്ചരിച്ചാലും നിങ്ങൾ അപ്പോഴും ആ വൃക്ഷത്തിനടിയിലായിരിക്കും. അത്രയും വലിയൊരു വൃക്ഷം സ്വർഗത്തിലുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതേപോലെ തന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം പോലും, അതുപോലും നമ്മുടെ ദുനിയാവുമായിട്ട് ചേർത്ത് ചിന്തിക്കാൻ സാധ്യമല്ല. കാരണം അവിടെ നമുക്ക് നൽകപ്പെടുന്ന ശരീരം എന്നുള്ളത് ദുനിയാവിലെ ശരീരമല്ല, മറിച്ച് നമുക്ക് ഓരോ ആളുകൾക്കും ആ സ്വർഗത്തിൽ നൽകപ്പെടുന്ന ശരീരം, സ്വഹീഹു മുസ്ലിമിലുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓരോ ആളുകളുടെയും ശരീരം 60 ദിറാഅൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരം പോലെ 60 മീറ്റർ ഉയരമുള്ള ഒരു ശരീരമായിരിക്കും അവിടെ സ്വർഗീയവാസികൾക്കായിട്ട് നൽകപ്പെടുക.
അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു, അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വയസ്സ്, അതായത് 33 വയസ്സായിരിക്കും സ്വർഗവാസികളുടെ പ്രായം. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിലാണ് നമ്മൾ സ്വർഗത്തിൽ ജീവിക്കുക. അതായത് വൃദ്ധരായിട്ടുള്ള ആരും സ്വർഗത്തിൽ ഉണ്ടാവില്ല, എല്ലാവരും യുവാക്കളായ രൂപത്തിലാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അതേപോലെ തന്നെ അവിടെ ഇരുട്ടില്ല, വെളിച്ചം മാത്രം. അതായത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു തരം വെളിച്ചം, ഒരു പ്രകാശമായിരിക്കും സ്വർഗത്തിന്റെ വെളിച്ചം. അത് മനോഹരമാണ്. കാരണം അതിന്റെ കാലാവസ്ഥ എന്നുള്ളത് ചൂടും തണുപ്പും ഇല്ലാത്തൊരു മീഡിയം കാലാവസ്ഥയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ അവിടെ ക്ഷീണമില്ല, ഉറക്കില്ല, രോഗങ്ങളില്ല, മരണങ്ങളില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലും വിശപ്പ് കൊണ്ടല്ല, മറിച്ച് ആസ്വാദനത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കുന്നതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പൊ ദുനിയാവിൽ നേരെ തിരിച്ചാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ദുനിയാവിൽ നമ്മൾ വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നീട് മുമ്പിൽ എത്ര നല്ല ഭക്ഷണം ഉണ്ടെങ്കിലും അത് നമുക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാനല്ല. കാരണം വിശപ്പ് എന്നുള്ളത് അവിടെ ഇല്ല, മറിച്ച് ആസ്വാദനത്തിന് വേണ്ടി മാത്രമായിരിക്കും അവിടെയുള്ള ആളുകൾ ഒരു ഭക്ഷണം കഴിക്കുക. അതേപോലെ തന്നെ രോഗങ്ങളില്ല, ഒരു രോഗവും അവിടെയുള്ള ആളുകളെ ബാധിക്കില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിസർജ്യങ്ങളില്ല, ഒരു വിസർജ്യവും ശരീരത്തിൽ നിന്നും വരികയില്ല. മറിച്ച് അവിടെയുള്ള ആളുകൾ അവർ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒരു വിയർപ്പായിട്ട് അവരുടെ ശരീരത്തിൽ, അതായത് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചു പോകുന്നത് ഒരു തരം വിയർപ്പായിട്ടാണ്. ആ വിയർപ്പിന് കസ്തൂരിയുടെ ഗന്ധമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അത്ര മനോഹരം. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലുള്ള അരുവികളെ സംബന്ധിച്ച് പറഞ്ഞു. സൂറത്ത് മുഹമ്മദിന്റെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൻഹാറും മിൻ ലബൻ. അവിടെ സ്വർഗത്തിന്റെ പാലിന്റെ ഒരു തരം അരുവിയുണ്ട്. അതേപോലെ തന്നെ അൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധമായിട്ടുള്ള തേനിന്റെ അരുവി. അപ്പൊ നമുക്കറിയാം, ദുനിയാവിൽ ഇവിടെ അടുത്ത് ഞാനൊരു പഠനം വായിച്ചത്, യഥാർത്ഥത്തിൽ ദുനിയാവിൽ ശുദ്ധമായിട്ടുള്ള തേന് നമുക്ക് ദുനിയാവിൽ പോലും ലഭിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന 90% തേനും യഥാർത്ഥത്തിൽ അത് പ്യുവറല്ല, ശുദ്ധമല്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകമായിട്ട് അസലിൻ മുസഫ, നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള, അതായത് ദുനിയാവിലുള്ള തേനയല്ല, പക്ഷെ പ്രത്യേകമായിട്ട് ഏറ്റവും പ്യുവർ തേനിന്റെ ഒരു തരം അരുവി എവിടെയുണ്ട്. അതേപോലെ തന്നെ ഹംറിൻ ലദ്ദത്തുമില്ല ഷാരിബീൻ, അതേപോലെ തന്നെ മദ്യത്തിന്റെ അരുവികളും അവിടെയുണ്ട്. മദ്യം എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, ഭൂമിയിലുള്ളതുപോലെയുള്ള മദ്യമല്ല. പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, ലഹരി ഇല്ലാത്ത ഒരു തരം മദ്യത്തിന്റെ ഒരു അരുവിയും അവിടെ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഭൂമിയിലുള്ള ഒന്നുമായിട്ടും താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം നമുക്കറിയാം, ഭൂമിയിൽ നമ്മൾ പാല് 1-2 ദിവസം കഴിഞ്ഞാൽ പാല് കേടുവരും. പക്ഷേ ഇത് കേടുവരാത്തൊരു തരം പാൽ, അള്ളാഹു ആലം. ആ മനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നദികളും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസ് സാന്ദർഭികമായിട്ട് ഓർക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിൽ വെച്ചുകൊണ്ട് ഇവിടെ മദ്യം നുണഞ്ഞ ആളുകൾക്ക് ആ മദ്യം, അതായത് സ്വർഗത്തിലുള്ള ആ മദ്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും അതും സ്വർഗത്തിൽ ലഭിക്കും എന്നുള്ള, ഇതിനെല്ലാം അപ്പുറം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതേ രൂപത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഭൂമിയിൽ വെച്ചുകൊണ്ട് നമ്മൾ പലതും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ പല ഭൂമിയിൽ വെച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളും അള്ളാഹുവിനെ ഓർത്ത് നമ്മൾ നിയന്ത്രിച്ച് ജീവിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ വെച്ചുകൊണ്ട് നൽകുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അതിമനോഹരാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖാഫ്, പരിശുദ്ധ ഖുർആനിൽ 50-ാമത്തെ അധ്യായം സൂറത്തുൽ ഖാഫിന്റെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം അവിടെ ഉണ്ടാകും, മാത്രമല്ല വലദൈനാ മസീദ്, അതല്ലാത്ത പലതും. സുബ്ഹാനല്ലാഹ്, അതിലപ്പുറം എന്താ വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ഭൂമിയിൽ നിങ്ങൾ എന്തുദ്ദേശിക്കുന്നോ, ലഹും മാ യശാഊന ഫീഹാ, നിങ്ങൾ എന്തുദ്ദേശിക്കുന്നതോ അത് അവിടെ കിട്ടും, അതിനപ്പുറവും നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹിന്റെ ഒരു കാരുണ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ കാരുണ്യത്തെ സംബന്ധിച്ചാണല്ലോ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരല്പകാലം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുനിയാവിൽ അള്ളാഹിന്റെ 1% കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി 99% അർഹത നേടിയെടുക്കുന്ന ആളുകൾക്ക്
നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിലേക്ക് നീക്കി വെച്ചതാണെന്ന്. അപ്പൊ ഇതേ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ആ ഹദീസ് കൂടെ നമ്മൾ അതിന്റെ ഒരു ആഴം കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത്രയേറെ ലഹും മാ യശാഊന ഫിഹ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം അവിടെ കിട്ടുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുഖ്റുഫിന്റെ 71-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഫീഹ മാ തസ്തഹിൽ അൻഫുസു വതലദ്ദുൽ അയുൻ, നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് മാധുര്യമുള്ളതും അവിടെയുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തസ്തഹിൽ അൻഫുസ്, നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നത് അവിടെ ലഭിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മനസ്സിന്റെ കൊതി, ശരീരത്തിന്റെ കൊതിയല്ല. പലപ്പോഴും ദുനിയാവിൽ നമ്മൾ ശരീരത്തിന്റെ കൊതി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നത് അവിടെ ഉണ്ട് എന്നുള്ളതാ പറയുന്ന സന്ദർഭത്തിൽ ഓർക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇന്നത്തെ ലോകത്ത് ഇപ്പൊ നമ്മൾ ഈ ഐറിസ് സ്കാനിങ്, അതായത് കണ്ണ് സ്കാൻ ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മൊബൈലിലൊക്കെ നമ്മൾ അതിന്റെ സ്ക്രീനിലേക്ക് നോക്കിയാൽ മതി, അത് നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്തിട്ട് ആ മൊബൈൽ തുറക്കുന്നതായിട്ടുള്ള ഇതേ രൂപത്തിലുള്ള നമ്മുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഐറിസ് സ്കാനിങ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഈ ബയോമെട്രിക്സ് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ അത് ആ മേഖലയിലുള്ള ചുവടുവെപ്പാണ്. ഏറ്റവും ഈ നമുക്കറിയാം ചില ബിൽഡിങ്ങുകൾ, അതായത് വളരെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ചില ബിൽഡിങ്ങുകളൊക്കെ അവർ ഇതേ രൂപത്തിൽ കണ്ണ് സ്കാൻ ചെയ്തിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന ജോലിക്കാർ അവര് വന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ മുമ്പിൽ നിന്നിട്ട് അതിലേക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണ് സ്കാൻ ചെയ്യും, അതിനുശേഷം ആ ഗേറ്റ് തുറക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, അവിടെ നമ്മുടെ ഭൂമിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ കണ്ണാണ് സ്കാൻ ചെയ്യുന്നത്, പക്ഷേ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സ് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ മനസ്സിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി, അത് സ്കാൻ ചെയ്തെടുത്ത് അത് നമ്മുടെ മുമ്പിൽ അപ്പം തന്നെ റെഡി ആവുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിലപ്പുറം എന്ത് വേണം? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ ഇവിടെ രണ്ടാമതായിട്ട് പറഞ്ഞു പദം വതലദ്ദുൽ അയുൻ എന്നുള്ളതാണ്. അതായത് ഇതിന് യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലേക്ക് ഇത് പരിഭാഷപ്പെടുത്താൻ തന്നെ പ്രയാസമാണ്. തലദ്ദുൽ അയിൻ, കണ്ണിന് മാധുര്യമുള്ളത്. ഇപ്പൊ ലദീദ് എന്ന് വെച്ചാൽ നമുക്കറിയാം അറബിയിൽ ലദീദ് എന്നുള്ളതിന്റെ അർത്ഥം മാധുര്യം എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ നമ്മൾ ഈ സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗത്തിലെ അരുവികളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗിച്ച പദം ലദ്ദത്തുൽ ലിശാരിബീൻ എന്നുള്ളതാണ്, കുടിക്കുന്ന ആളുകൾക്ക് മാധുര്യം. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണിന് മാധുര്യം നൽകുമെന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മൾ മാധുര്യം ആസ്വദിക്കുന്നത് നാവ് കൊണ്ടാണ്, പക്ഷെ കണ്ണുകൊണ്ട് നിങ്ങൾ മാധുര്യം ആസ്വദിക്കുന്ന രൂപത്തിലുള്ള കാഴ്ചകളാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലുള്ള കാഴ്ചകളാണ് സ്വർഗത്തിലുള്ളത്. അപ്പൊ സ്വർഗത്തിന്റെ വർണ്ണങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നിരവധി ഹദീസുകളുണ്ട്. അപ്പൊ നമുക്കറിയാം ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണിൽ, അവര് തന്നെ ശാസ്ത്രലോകം പറയുന്നു, നമ്മുടെ കണ്ണിന് 10 മില്യൺ വർണ്ണങ്ങൾ കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണിനുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം ഈ ദുനിയാവിൽ നമ്മൾ ആ പ്രകാശ സ്പെക്ട്രത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മുടെ കണ്ണിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിട്ടുള്ളൂ. പക്ഷേ സുബ്ഹാനല്ലാഹ്, നമ്മൾ സ്വർഗത്തിലെത്തുന്ന സന്ദർഭത്തിൽ ആ കണ്ണിന്റെ മറ നീക്കി നമ്മൾ ഇത്രയും കാലം കാണാത്ത നിരവധി വർണ്ണങ്ങളാൽ ആ ചുറ്റപ്പെട്ടതാണ് സ്വർഗലോകം. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിഅ്റാജിന്റെ ഹദീസിലും സിദറത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്ന ആ വൃക്ഷത്തെ വിശദീകരിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ അതിൽ നിരവധി വർണ്ണങ്ങൾ കണ്ടു. അത് എങ്ങനെ വിശദീകരിച്ചു തരണമെന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ വർണ്ണനകൾക്ക് അതീതമായിട്ടുള്ള നിരവധി വർണ്ണങ്ങളാണ് ഞാൻ അതിൽ കണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, അത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലെല്ലാം പരിശുദ്ധ ഖുർആൻ ഊന്നൽ നൽകുന്നത് മാനസികമായിട്ടുള്ള സൗഖ്യത്തിനാണ്. പ്രത്യേക ശ്രദ്ധയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദുനിയാവിൽ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയിൽ പല ആളുകൾക്കും സമ്പത്തും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മാനസികമായിട്ടുള്ളൊരു സൗഖ്യം ഈ ദുനിയാവിൽ പല ആളുകൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പം മനസ്സിന് സുഖമില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ദുനിയാവിൽ ഒരുപാട് ആളുകൾക്ക് പലതുമുണ്ട്, പക്ഷേ മനസ്സിനൊരു സുഖമില്ലാത്ത അല്ലെങ്കിൽ മനസ്സിന്റെ സൗഖ്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിലെല്ലാം ശാരീരികമായിട്ടുള്ള സൗഖ്യത്തെക്കാൾ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ ഊന്നൽ നൽകുന്നത് അവിടെ ലഭിക്കുന്ന മാനസിക സൗഖ്യത്തിനാണ് എന്നുള്ളത് ശ്രദ്ധയാണ്. പലപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്നതും മാനസിക പ്രയാസങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ 50-ലേറെ സ്ഥലത്ത് ലാ ഖൗഫുൻ അലൈഹിം
വലാഹും യഹ്സനൂൻ. അവിടെ ഭയമില്ല, ദുഃഖമില്ല. ഈ ഒരു പദം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിലപ്പുറം എന്താണ് വേണ്ടത് സുഹൃത്തുക്കളെ? ഭയമില്ല, ദുഃഖവുമില്ല. ഈ രണ്ട് വികാരവും അവിടെ ഇല്ല എന്നുള്ളതാ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിന്റെ 47-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. അവരുടെ ഹൃദയങ്ങളിൽ വല്ല വിദ്വേഷവും ഉണ്ടെങ്കിൽ നാം അവിടെ വെച്ചുകൊണ്ട് അത് നീക്കം ചെയ്യും എന്നുള്ളതാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില സദസ്സുകൾ, ഇപ്പോൾ നമ്മൾ ക്ഷണിക്കപ്പെട്ട ചില സദസ്സുകളിലേക്കൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ഇല്ലെന്നുള്ള പദം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയിലൊക്കെ പോയി നമ്മൾ അവിടെ പങ്കെടുക്കാൻ സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരാൾ ആ സദസ്സിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണാൻ, അതോടുകൂടെ നമ്മുടെ മൂഡ് മുഴുവൻ പോകും. അപ്പം ആ രൂപത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് അത്തരത്തിൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിദ്വേഷവും, അതായത് ഒരാളുടെ മനസ്സിലുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരിയെടുക്കും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. അവരുടെ ഹൃദയങ്ങളിലുള്ള വിദ്വേഷങ്ങളെല്ലാം നാം ഊരിയെടുക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്. അതായത് ഒരാൾക്കും മറ്റൊരാളോട് പകയില്ല, വിദ്വേഷമില്ല, അസൂയല്ല, പരസ്പരം സ്നേഹം മാത്രമുള്ള ഒരു അന്തരീക്ഷമായിരിക്കും സ്വർഗത്തിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം എന്ന് വിശേഷിപ്പിച്ചത്. സൂറത്തുൽ അൻആമിന്റെ 127-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം. അവർക്ക് രക്ഷിതാവിങ്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് മറിയമിന്റെ 62-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമ. സലാം അല്ലാതെ, അല്ലെങ്കിൽ സമാധാനത്തിന്റെ വാക്കുകളല്ലാതെ അവിടെ മറ്റൊന്നും അവർ കേൾക്കുകയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കാരണം അത്രയും മാനസികമായിട്ടുള്ളൊരു സൗഖ്യമാണ് സ്വർഗവാസികൾക്ക് അവിടെ ലഭിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. സ്വർഗം നമ്മൾ കൂടുതൽ സ്വർഗത്തെ അറിയും തോറും ദുനിയാവിനോടുള്ള നമ്മുടെ താല്പര്യം കുറയുന്നുള്ളതാണ്. അത്രയും മനോഹരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർണ്ണനകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സൂറത്ത് റഹ്മാനിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ സൂറത്ത് റഹ്മാൻ തുടക്കത്തിൽ പറഞ്ഞു സ്വർഗത്തിലുള്ള 2 വിഭാഗം ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സ്വർഗത്തിലുള്ള 2 ലെവലുകൾ, 2 കാറ്റഗറിയെ സംബന്ധിച്ച് സൂറത്തു റഹ്മാനിൽ വിശദീകരിക്കുന്നുണ്ടെന്ന് ഞാൻ ഇതിന്റെ ആമുഖ ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഒരല്പം കൂടെ സൂചിപ്പിക്കണം. അതായത് സ്വർഗം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അത് അതിവിശാലാണ്. നമ്മളൊരിക്കലും ഒരു ചെറിയ പൂന്തോട്ടത്തിനൊന്നും നമ്മൾ മനസ്സിൽ സങ്കല്പിക്കരുത്. സ്വർഗത്തെ സംബന്ധിച്ച് സൂറത്ത് ആലി ഇംറാന്റെ 133-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉപയോഗിച്ചത്. അർളുഹസ് സമാവാതു വൽ അർള്. ആകാശവും ഭൂമിയും ചേർത്ത് വെച്ചാൽ എത്ര വിശാലമാണോ അത്രയും വിശാലമായിട്ടുള്ള സ്വർഗം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്, അത്ര വിശാലമായിരിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറഞ്ഞു, അതിന് 8 കവാടങ്ങളുണ്ട്. 8 കവാടങ്ങളുണ്ടെന്ന് സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞു. അതിന്റെ കവാടങ്ങളുടെ വലിപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഹദീസ്, ബുഖാരി ധരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കവാടം മക്ക മുതൽ ബസ്ര, ഇറാഖിലുള്ള ബസ്ര വരെയുള്ളതാ, അത്രയും വലിപ്പമുള്ളതാണ് ഒരു കവാടം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതിൽ ജനങ്ങൾ തിങ്ങി നിറയുന്ന ഒരു ദിവസം വരും. തിരക്ക് കൂട്ടുന്ന ആ കവാടങ്ങൾക്കരികിൽ ജനങ്ങളൊക്കെ തിരക്ക് കൂട്ടുന്ന ഒരു ദിവസം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു. മനോഹരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഹദീസ് വായിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത്, ഒരിക്കലും ഞങ്ങൾ ഹജ്ജ് അല്ലാത്ത സന്ദർഭത്തിൽ ഞങ്ങൾ മീനയിലൂടെ പോയ സന്ദർഭത്തിൽ എൻ്റെ സുഹൃത്ത് അവിടെ ആ പ്രദേശം നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, ഈ ഹജ്ജിന്റെ സമയത്ത് ഇവിടെ ഒരല്പം സ്ഥലം ലഭിക്കാൻ എന്ത് പ്രയാസമാണ്, എത്ര തിക്കും തിരക്കായിരിക്കും ആ സമയത്ത്. ആ സുഹൃത്ത് പറഞ്ഞ ആ വാക്കാണ് ഞാൻ ഓർക്കുന്നത്. അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, ഇപ്പൊ ആ ഡോറിൽ ആരില്ല, പക്ഷേ ആ ഡോറെല്ലാം ജനങ്ങളാൽ തിങ്ങി നിറയുന്ന ഒരു ദിനം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുകയാണ്. മറ്റൊരു അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല സ്ഥലത്തും ഞാൻ ഹദീസുകൾ പരിശോധിച്ച സന്ദർഭത്തിൽ സ്വർഗത്തിലെ പല കാര്യങ്ങളും അതിന്റെ വലിപ്പവും അതേപോലെ തന്നെ അളവും സൂചിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷത്തെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വലിയ അത്ഭുതമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ പറഞ്ഞു, ആ വൃക്ഷത്തെ സംബന്ധിച്ചുള്ള വർണ്ണന, സ്വർഗത്തിലുള്ള ഒരു വൃക്ഷം, അതിന്റെ വലിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിലൂടെ ഒരു വർഷം നിങ്ങൾ സഞ്ചരിച്ചാലും ആ വൃക്ഷത്തിന് അടിയിലായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ ഗന്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, 50 വർഷം സഞ്ചരിച്ചാൽ നിങ്ങൾ എത്തുന്ന ആ ദൂരം വരെ അതിന്റെ ഗന്ധം എത്തും എന്നുള്ളതാണ്. അത്രയും സുഗന്ധമാണ് സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്.
അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഹദീസുകളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാര്യങ്ങൾ പറയുന്നത് വർഷത്തിന്റെ അളവിലൂടെയാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട, അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുവരെ അത്രയും കാലം ഒരാൾക്കും പരിചയമില്ലാത്ത ഒരു അളവുകോലാണ് ഈ വർഷത്തെ കുറിച്ചുകൊണ്ടുള്ള അളവ്. അന്ന് അറബികൾക്ക് പരിചയമുള്ള അളവുകോലുകൾ ഇപ്പോൾ ദിറാ, തൂല്, അതായത് ചാണ്, മുഴം, ഇതൊക്കെയാണ് അറബികൾ അളവുകോലായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, സമയം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദൂരം, സമയം വെച്ചുകൊണ്ടാണ് ദൂരത്തെ പറയുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒരു വർഷം സഞ്ചരിക്കാനുള്ള ദൂരം, അതായത് ടൈം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടൈം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഡിസ്റ്റൻസ് പറയുന്നത്. സമയം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരത്തെ അളക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ അത്ഭുതം എന്താ വെച്ചാൽ, ഇന്ന് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ നമുക്കറിയാം, ഇന്ന് ശാസ്ത്രജ്ഞന്മാർ അകലം അളക്കാൻ ഉപയോഗിക്കുന്നത് ദൂരാണ്. സുബ്ഹാനല്ലാഹ്, അതായത് പ്രകാശ വർഷമാണ് ഇന്ന് നമ്മൾ പ്രപഞ്ചത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ലൈറ്റ് ഇയർ. അതായത് പ്രകാശ വർഷം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രകാശം ഒരു വർഷം കൊണ്ട്, അതായത് ഒരു വർഷത്തെ സമയം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരാണ് ഒരു ലൈറ്റ് ഇയർ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷത്തെ അളവുകോലായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് വലിയ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സ്വർഗത്തിന്റെ വലിപ്പം അറിയാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ അവസാനമായിട്ട് എത്തിച്ചേരുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് നമുക്കറിയാം സ്വർഗത്തിന്റെ വലിപ്പം എത്രയാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള മറ്റൊരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവസാനമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കും. അതായത് അവസാനമായിട്ട് നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം പറയും, തബാറക്കല്ലദീ നജ്ജാനി മിൻക, അല്ലാഹുവേ, എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിച്ച നീ എത്ര അനുഗ്രഹീതനാണ്, ഇതിലപ്പുറം എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടായിരിക്കും അയാൾ നരകത്തിൽ നിന്നും വരിക. എന്നിട്ട് അദ്ദേഹം പറയും, അതോടൊപ്പം അള്ളാഹുവിനോട് പറയും, പടച്ചോനെ, ഈ ഭൂമിയിൽ ഒരാൾക്കും നൽകാത്തതാണ് എനിക്ക് നൽകിയത്, ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നീ എനിക്ക് നൽകിയത്. എന്താണ് നൽകിയതെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും പുറത്തെടുത്തു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ അദ്ദേഹം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാളുടെ മുമ്പിൽ ഒരു വൃക്ഷം കാണും. അപ്പൊ അദ്ദേഹം പറയും, അള്ളാഹുവേ, എനിക്ക് ആ വൃക്ഷത്തിന്റെ അടുത്ത് എന്നെ ഒന്ന് എത്തിക്കോ, എന്നാൽ അതിന്റെ തണലിൽ എനിക്ക് ഇരിക്കായിരുന്നു. അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, യാ ബനി ആദം, യാ ഇബ്നു ആദം, ആദമിന്റെ മകനെ, നിനക്ക് ഞാൻ ഇപ്പൊ നീ ചോദിക്കുന്ന ആ കാര്യം നിനക്ക് നൽകിയാൽ ഒരു പക്ഷേ നീ വീണ്ടും ചോദിക്കും. അപ്പൊ അയാൾ പറയും, ഇല്ല റബ്ബേ, ഞാൻ ഒരിക്കലും ഒന്നും ചോദിക്കില്ല, എനിക്കത് മാത്രം മതി, ആ വൃക്ഷത്തിന്റെ അടുത്ത് എന്നെ ഒന്ന് എത്തിച്ചാൽ മതി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആ വൃക്ഷത്തിന്റെ അടുത്ത് എത്തിക്കും. അദ്ദേഹം ആ വൃക്ഷത്തിന്റെ തണലിലിരിക്കും. തണലിലിരിക്കുന്ന സന്ദർഭത്തിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള വലിപ്പമുള്ള ഒരു വൃക്ഷം പിന്നീട് അദ്ദേഹം ദൂരത്ത് കാണുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയും, ഓ അല്ലാഹ്, ആ വൃക്ഷത്തിന്റെ അടുത്തൊന്ന് എന്നെ എത്തിക്കോ. അതായത് രണ്ടാമത് വീണ്ടും ചോദിക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, യാ ഇബ്നു ആദം, ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞതാണ്, നീ ഇനി ചോദിക്കില്ല എന്ന് പറഞ്ഞതാണ്, വീണ്ടും നീ ചോദിക്കാണ്. അപ്പൊ അദ്ദേഹം പറയും, അള്ളാഹുവേ, ആ വൃക്ഷത്തിന്റെ അടുത്ത് എത്തിയാൽ മാത്രം മതി, അതായത് വേറെ ഒന്നും ഞാൻ ചോദിക്കില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. ഇതേ രൂപത്തിൽ അവസാനം 3 വൃക്ഷത്തിന്റെ അടുത്ത് ഇതേ രൂപത്തിൽ അദ്ദേഹം ചോദിച്ചെത്തും. മൂന്നാമത്തെ വൃക്ഷത്തിന്റെ അടുത്തെത്തുന്ന സന്ദർഭത്തിൽ ആ വൃക്ഷം നിലകൊള്ളുന്നത് സ്വർഗത്തിന്റെ ആ ഒരു കവാടത്തിനടുത്താണ്. അദ്ദേഹം ആ വൃക്ഷത്തിന് അരികിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള ആ മനോഹരമായിട്ടുള്ള ശബ്ദമൊക്കെ അദ്ദേഹം നിരന്തരം കേൾക്കാൻ തുടങ്ങും. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം വിളിച്ചുകൊണ്ട് പറയും, അള്ളാഹുവേ, എന്നെ ആ ഗേറ്റിനകത്തേക്കൊന്ന് പ്രവേശിപ്പിക്കുമോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, യാ ഇബ്നു ആദം, ഞാൻ നിന്നോട് പറഞ്ഞ നീ അവസാനം ഇനി ഒന്നും ചോദിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിനക്കിത് നൽകിയത്. അപ്പൊ അദ്ദേഹം പറയും, അതിലപ്പുറം എനിക്കൊന്നും വേണ്ട, അതിനകത്തേക്ക് എനിക്കൊന്ന് പ്രവേശിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ചോദിക്കണം. അള്ളാഹിന്റെ കാരുണ്യം സഹോദരങ്ങളെ, ഈ ഹദീസെല്ലാം നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ പരമകാരുണ്യനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് ചോദിക്കും, നിന്റെ ചോദ്യം എപ്പോഴാണ് അവസാനിക്കുക? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതിനകത്തേക്ക് നിന്നെ പ്രവേശിപ്പിച്ചിട്ട് ഈ ഇഹലോകത്തിന് തുല്യമായത് ഞാൻ നൽകിയാൽ, അതായത് ഭൂമിക്ക് തുല്യമായത് നിനക്ക് അതിനകത്ത് നൽകിയാൽ നിനക്ക് തൃപ്തിയാകുമോ? ആ സന്ദർഭത്തിൽ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. അതായത് ഭൂമിക്ക് തുല്യമായത് മുഴുവനും എനിക്ക് ആ ഗേറ്റിനപ്പുറത്തുള്ള ആ സ്വർഗ്ഗലോകത്ത് നൽകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ സന്ദർഭത്തിൽ
ആ മനുഷ്യൻ അത്ഭുതത്തോട് കൂടെ ചോദിക്കാണ്, യാ റബ്ബ് അതസ്തഹ്സിഉ മിന്നി വ അൻത റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായിട്ടുള്ള അള്ളാഹു നാഥനെ, നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കാണ്. ആ മനുഷ്യൻ അള്ളാഹിനോട് ചോദിക്കാണ്, ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച പരിപാലകനായിട്ടുള്ള അള്ളാഹുവെ, നീ എന്നെ പരിഹസിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം ചോദിക്കും. ആ സന്ദർഭത്തിൽ ഹദീസ് ഉദ്ധരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, ഈ ഹദീസ് പറയുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. ചിരിച്ച സന്ദർഭത്തിൽ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് പ്രവാചകരെ താങ്കൾ ചിരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിന്റെ മകന്റെ ഈ ചോദ്യം, അതായത് ഈ മനുഷ്യന്റെ ഈ ചോദ്യം കേൾക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ചിരിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഞാൻ നിന്നെ അവിടെ പ്രവേശിക്കാം, പ്രവേശിച്ചതിന് ശേഷം നിനക്ക് ഭൂമിയും ആ ഭൂമിക്ക് തുല്യമായ 10 ഇരട്ടിയും നിനക്ക് ഞാൻ അവിടെ നൽകാം. അത് മതിയോന്നാ? അദ്ദേഹം പറയാം, എനിക്കത് മതി. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 10 ഭൂമിക്ക് തുല്യമായതാണ് സ്വർഗത്തിൽ അവസാനമായിട്ട് പ്രവേശിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അപ്പൊ സ്വർഗത്തിന്റെ വിശാലത എത്ര ആയിരിക്കും? സുബ്ഹാനല്ലാഹ്. പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ചേർത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, 10 ഭൂമിക്ക് തുല്യമായത് നൽകുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്ന സന്ദർഭം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാസ്ത്രത്തിന്റെ ബാലപാഠം പോലും രചിക്കാത്ത ഒരു സന്ദർഭത്തിൽ, ഈ ഭൂമിക്കപ്പുറത്ത് മറ്റൊരു ലോകമില്ലെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ഭൂമിക്ക് തുല്യമായത് സ്വർഗത്തിൽ ഒരാൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത്. അതിലുള്ള ഒരു ശാസ്ത്രീയത എത്രയാണ് സഹോദരങ്ങൾ, ചിന്തിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ പ്രപഞ്ച വിശാലതയെ സംബന്ധിച്ച് ഉള്ള ചിത്രം, നമുക്ക് ഏകദേശ ചിത്രം നമുക്ക് ലഭിച്ച സന്ദർഭത്തിൽ ഇന്ന് നമുക്കറിയാം 10 ഭൂമി എന്നുള്ളത് ഇത്രയും വിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിൽ അതിന്റെ അളവ് എത്രയാണെന്ന് ഇന്ന് നമുക്കറിയാം. പക്ഷേ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിലുള്ള അത്ഭുതം അതിമനോഹരാണ്. കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള പ്രപഞ്ചാതീതനായിട്ടുള്ള ഒരു സ്രോതസ്സിൽ നിന്നാണ് വരുന്നതെന്ന് ഉള്ളതിനുള്ള നിരവധി തെളിവുകൾക്കിടയിൽ ഒരു തെളിവ് കൂടാണ് പ്രവാചകന്റെ ഈ വചനം. സുബ്ഹാനല്ലാഹ്. അത്ര വിശാലാണ് നമ്മുടെ സ്വർഗം. അവസാനമായിട്ട് എത്തുന്ന ആൾക്ക് വരെ 10 ഭൂമിക്ക് തുല്യമായതാണ് അവിടെ ലഭിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് വരുന്ന മറ്റൊരു സംശയം, പരിശുദ്ധ ഖുർആനിൽ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ആയത്ത്, ഇപ്പൊ ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് 10 ഭൂമിക്ക് തുല്യമായത് ലഭിക്കുമ്പോൾ അതിലുള്ള ഓരോ സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുക? എൻ്റെ വീട് എവിടെയാണ്, അതിൽ പാലിന്റെ അരുവി എവിടെയാണ് ഇരിക്കുന്നത്, തേൻ്റെ അരുവി എവിടെയാണ് ഇരിക്കുന്നത്, അതൊക്കെ ഞാൻ എങ്ങനെ അറിയാം? കാരണം അത്രയും വിശാലമായിട്ടുള്ള സ്ഥലമാണ് എനിക്കുള്ളത്. നമ്മൾ ഓരോന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരുമോ? അപ്പൊ നമ്മൾ അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരില്ല, മറിച്ച് നിങ്ങൾ അവിടെ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതെല്ലാം അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ നിക്ഷേപിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം, അപ്പൊ നമ്മൾ വലിയ പൂന്തോട്ടത്തിൽ വലിയൊരു ഗാർഡനിലൊക്കെ പോയാൽ അവിടെ ആ ഗാർഡന്റെ പല ഭാഗത്തായിട്ട് മാപ്പ് ഉണ്ടാകും. ആ മാപ്പിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ടാകും, ഇവിടെ നിന്നും 10 മീറ്റർ സഞ്ചരിച്ചാൽ അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, അതിൽ 20 മീറ്റർ ഇപ്പുറത്ത് വലത് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ട്. ഇതേ രൂപത്തിലുള്ള ഒരു മാപ്പ് അവിടെ ഉണ്ടാകും. അതേ രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സ്വർഗത്തിലുള്ള ഓരോ സ്ഥലങ്ങളും ആ ഓരോ സ്ഥലങ്ങളെയും കുറിക്കുന്ന ഒരു മാപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അങ്ങോട്ട് കടത്തിവിടുക. സുബ്ഹാനല്ലാഹ്. സൂറത്ത് മുഹമ്മദ് വെറുതെ പറയുന്നതല്ല, സൂറത്ത് മുഹമ്മദിന്റെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും, സ്വർഗത്തിൽ മുമ്പേ പരിചയപ്പെടുത്തിയ രൂപത്തിൽ അവരെ നാം അവിടേക്ക് പ്രവേശിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. ഇത്ര മനോഹരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഭൂമിയിൽ എവിടെ പോയാലും നമ്മുടെ വീട്ടിലേക്കുള്ള വഴി നമ്മൾ മറക്കൂല. അപ്പൊ നമ്മുടെ ഭൂമിയിൽ നമുക്ക് വീട് എത്ര സുപരിചിതമാണോ അതേ രൂപത്തിൽ സ്വർഗത്തിലുള്ള ഓരോ മുക്കും മൂലയും നമുക്ക് പരിചയമുള്ള രൂപത്തിലാക്കിക്കൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. വയുദ്ഖിലുഹുമുൽ ജന്നത അറഫഹാ ലഹും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലുള്ള പദവികളെ സംബന്ധിച്ചാണ്. അപ്പൊ ഇത്രയും വിശാലമായിട്ടുള്ള സ്വർഗത്തിൽ നിരവധി ലെവലുകളുണ്ട്. അപ്പൊ സൂറത്തു റഹ്മാനിൽ നേരത്തെ ഞാൻ പറഞ്ഞു 2 ലെവലുകളെ സംബന്ധിച്ച്, അതിലുള്ള ഏറ്റവും വലിയ 2 കാറ്റഗറിയെ സംബന്ധിച്ചാണ് സൂറത്തു റഹ്മാനിൽ പറയുന്നത്. അപ്പൊ 46 മുതൽ 61 വരെയുള്ള വചനങ്ങൾ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് തുടങ്ങി അവിടെ നിന്ന് 61-ാമത്തെ വചനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള ആദ്യത്തെ കാറ്റഗറിയെ സംബന്ധിച്ചാണ് പറയുന്നത്. പിന്നീട് 62 മുതൽ
78 വരെയുള്ള വചനങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടെ നന്മയുടെ അടിസ്ഥാനത്തിൽ ഓരോർക്കും വ്യത്യസ്ത സ്ഥാനമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. അവിടെയും അള്ളാഹിന്റെ കാരുണ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഭൂമിയിൽ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ നന്നായി പഠിച്ചൊരു കുട്ടിയും ആവറേജ് പാസ്സായ കുട്ടിക്കും ഒരേ രൂപത്തിലല്ല നമ്മൾ ഭൂമിയിൽ മാർക്ക് നൽകാറുള്ളത്. ഒരേ പ്രചോദനം അല്ലെങ്കിൽ ഒരേ സമ്മാനമല്ല നമ്മൾ നൽകാറുള്ളത്. അതേ രൂപത്തിൽ നന്മയുടെ മാർഗത്തിൽ കൂടുതൽ കുതിച്ച ആളുകൾക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലേക്ക് അവിടെ എത്താൻ സാധിക്കും. അതേ സന്ദർഭത്തിൽ ആവറേജ് നന്മ ചെയ്ത ആളുകൾക്ക് അവർക്ക് അതിനനുസരിച്ചുള്ള സ്വർഗം. അപ്പൊ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ഇതേ രൂപത്തിലുള്ള സ്വർഗത്തിലെ കാറ്റഗറിയെ സംബന്ധിച്ച് സൂറത്തു റഹ്മാനിലല്ലാതെ തന്നെ പല സ്ഥലത്തും പറയുന്നുണ്ട്. അതെല്ലാം ആമുഖ ഭാഗത്താണ് സൂചിപ്പിച്ചത്. ഇപ്പൊ സൂറത്തുൽ വാഖിയ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള 3 കാറ്റഗറിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അസ്ഹാബുൽ യമീൻ, സ്വർഗത്തിലല്ല, അവിടെ 3 കാറ്റഗറിയെ സംബന്ധിച്ച് 3 വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെയും സ്വർഗത്തിലുള്ള 2 വിഭാഗം, അസ്ഹാബുൽ യമീൻ, അതേപോലെ തന്നെ പിന്നീട് സാബിഖൂനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ സൂറത്ത് ഫാത്തിർ, പരിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിന്റെ 32-ാമത്തെ വചനം നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറഞ്ഞു, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദും വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാറ്റഗറി അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കുന്നുണ്ട്. സ്വന്തത്തോട് അന്യായം ചെയ്ത ആളുകൾ, അതേപോലെ തന്നെ വമിൻഹും മുഖ്തസിദുൻ, മധ്യമമായിട്ടുള്ള നിലപാടുകാരും അവിടെയുണ്ട്. അതേപോലെ തന്നെ വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറിയ ആളുകൾ. 2 വിഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അതായത് മധ്യമമായിട്ടുള്ള നിലപാട്, ആവറേജ് ചെയ്ത ആളുകൾ. അതേപോലെ തന്നെ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായിട്ട് പറയുന്നത് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറിയ ആളുകൾ. അപ്പൊ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത വിഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയെല്ലാം പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതേ രൂപത്തിൽ സ്വർഗത്തിൽ വ്യത്യസ്ത പദവികളുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. സ്വർഗത്തിലുള്ള വിവിധ ലെവലുകളെ സംബന്ധിച്ച് കുറിക്കുന്ന ഹദീസുകൾ, കൃത്യമായിട്ട് മനോഹരമായിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സ്വഹീഹുൽ ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഫിൽ ജന്നത്തി മിഅത ദറജ, സ്വർഗത്തിന് 100 പദവികളുണ്ട്, 100 ലെവലുകളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, അതിൽ ഏറ്റവും ഉയർന്ന ലെവൽ, അതായത് അതിൽ ഓരോ പദവികൾക്കിടയിലുള്ള വ്യത്യാസം എന്നുള്ളത് ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അത്രയും വിദൂരത്താണ് ഓരോ ലെവലുകൾ കിടക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഏറ്റവും ഉയർന്ന ലെവൽ എന്നുള്ളത് അത് ഫിർദൗസ് ആണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ഔസതു വഅല, ആ ഫിർദൗസ് എന്നുള്ളത് അതാണ് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്വർഗം, ആ ഫിർദൗസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഫിർദൗസിന് വേണ്ടി നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൗഖഹു അർശുർ റഹ്മാൻ, ആ ഫിർദൗസിന്റെ തൊട്ടു മുകളിൽ പിന്നെയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ അർശിന്റെ നേരെ അടിയിലുള്ള ആ ഫിർദൗസ് എന്നുള്ള ആ ഭവനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലുള്ള നദികൾ, അരുവികളെല്ലാം ഉത്ഭവിക്കുന്നത് ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. ആ ഫിർദൗസ് എന്നുള്ള ആ ഭവനത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100ഓളം പദവികൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. ഓരോ പദവികളും തമ്മിലുള്ള വ്യത്യാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശവും ഭൂമിയും തമ്മിലുള്ള ആ അകല അത്രയും വ്യത്യാസത്തിലാണ് ഓരോ പദവികൾ ഇരിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസ് ബുഖാരി തന്നെ, സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെയുള്ള ഹദീസ്, അബൂ സഅദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, സ്വർഗവാസികൾ തങ്ങളെക്കാൾ ഉയർന്ന നിലയിലുള്ള ആളുകളെ കാണുന്നത് ചക്രവാളത്തിൽ കിഴക്കും പടിഞ്ഞാറും അസ്തമിക്കുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ ഭൂമിയിൽ നിന്നും കാണുന്നത് പോലെയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മൾ ചില സന്ദർഭത്തിൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് ആകാശത്ത് നോക്കുന്ന സന്ദർഭത്തിൽ ചക്രവാളത്തിൽ നമ്മൾ നിരവധി നക്ഷത്രങ്ങളെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നക്ഷത്രങ്ങളെ കാണുന്നത് പോലെയാണ് സ്വർഗത്തിൽ ഒരു ദർജയിലുള്ള ആളുകൾ മറ്റുള്ള ആളുകളെ കാണുന്നത്. അത്രയും ഡിസ്റ്റൻസ് ഉണ്ടാകും 2 ദർജകൾ തമ്മിൽ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ സ്വർഗത്തിലുള്ള ജനസംഖ്യയെ അവരുപമിച്ചത് അതിമനോഹരാണ്. പണ്ഡിതന്മാർ അതിന് നൽകാറുള്ള ഉപമ, സ്വർഗത്തിലുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ എന്നുള്ളത് ഒരു പിരമിഡ് പോലെയാണ്. ഏറ്റവും താഴ്ന്ന ലെവലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകും. മുകളിലേക്ക് പോകുന്തോറും ആളുകളുടെ എണ്ണം കുറയും. കാരണം അത്രയും പ്രയാസപ്പെട്ട ആളുകൾക്ക് മാത്രമേ മുകളിലുള്ള ദർജകൾ ലഭിക്കുള്ളൂ. ആ പിരമിഡിന്റെ ഏറ്റവും മുകളിലുള്ളത്
നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാണ് വസീല എന്നുള്ള പദവി. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ബാങ്കിന്റെ ശേഷമുള്ള ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അബാഅത്തല്ലാഹു മഖാം മഹ്മൂദ് ആ രൂപത്തിലുള്ള നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മറ്റൊരു മനോഹരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ലെവലുകളുമായിട്ട് ബന്ധപ്പെട്ട് പദവികളുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പം മറ്റൊരു കാര്യം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു, നിങ്ങൾ നന്മയിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ കുടുംബം ആവറേജാണ്, അതായത് അവർ ഏറ്റവും അടിയിലുള്ള ദർജയിലാണ്. അങ്ങനെ ഒരു സന്ദർഭം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. അതായത് നമ്മുടെ മാതാപിതാക്കളൊക്കെ ഏറ്റവും അടിയിലെ ദർജയിലാണ്, പക്ഷെ അതേ സന്ദർഭത്തിൽ നിങ്ങൾ ആ പിരമിഡിന്റെ ഏറ്റവും ഉയർന്ന ലെവലിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം നിങ്ങൾ നോക്കുക. അങ്ങനെ ആകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ കാരണം, അതായത് മക്കൾ കാരണം ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഒരു പ്രൊമോഷൻ ലഭിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുർ റഅദിന്റെ 22-ാമത്തെ ആയത്തും നിങ്ങൾ വായിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയതിഹിം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ അവിടെ പ്രവേശിച്ചു, ഒരു മകന് പ്രവേശിച്ചു, മകന് സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന ലെവലിലാണ്. അപ്പോൾ ഉയർന്ന ലെവലിൽ അദ്ദേഹം എത്തിയ സന്ദർഭത്തിൽ, അദ്ദേഹം നോക്കിയ സന്ദർഭത്തിൽ കൂടെ മാതാപിതാക്കളും ഭാര്യമാരും ഒന്നുമില്ല. അപ്പം അദ്ദേഹം നോക്കിയ സന്ദർഭത്തിൽ 2 ചാൻസ് ആണല്ലോ, ഒന്നുകിൽ അവർ നരകത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർ സ്വർഗത്തിൽ മറ്റേതോ ദർജയിലായിരിക്കും. ഈ മകൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഈ മകന്റെ പ്രവൃത്തി കാരണം ഇവർക്കെല്ലാം പ്രൊമോഷൻ കിട്ടി, അവരെല്ലാം ആ ഉയർന്ന സ്ഥാനത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റും, അവരെല്ലാം അവിടെ വെച്ചുകൊണ്ട് ഒന്നിക്കുമെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കാരുണ്യം! നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് നമ്മൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തിയത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാണ്, അപ്പൊ നിങ്ങളുടെ ബാക്കി കുടുംബം എല്ലാം സാധാരണ പിറകിലുള്ള എക്കണോമിക് ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അവസാനം നിങ്ങൾക്ക് അവരെ കാണണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നിയാൽ, ഒരേ ഒരു ഓപ്ഷൻ അവർ നൽകുള്ളൂ. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ നിന്നും എക്കണോമിക് ക്ലാസ്സിലേക്ക് പോയിട്ട് അവരെ കാണേണ്ടി വരും. അതല്ലാതെ ഒരിക്കലും ഭൂമിയിൽ ഒരു മനുഷ്യനും ആ ഫാമിലിയിലുള്ള മൊത്തം ആളുകളെ ബിസിനസ് ക്ലാസ്സിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ രൂപത്തിലല്ല ഭൂമിയിൽ കാര്യങ്ങൾ നടക്കാറില്ല. പക്ഷേ സ്വർഗത്തിലുള്ള ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും ഹയസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം കാരണം നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും അതേ രൂപത്തിൽ പ്രൊമോഷൻ ലഭിക്കുന്നത്. പ്രത്യേകമായിട്ട് നമ്മൾ ഇവിടെ ചേർത്ത് മനസ്സിലാക്കേണ്ടിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ കൂടെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ മക്കളെ ഒരുപാട് പഠിപ്പിച്ച് നല്ല ദീനിയാക്കി മാറ്റും, പക്ഷെ അവർക്ക് മതമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മക്കളെ പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനപ്പാടുള്ള മക്കളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടാവും. എനിക്ക് ഏതായാലും ഇതിനൊന്നും പറ്റിയില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെങ്കിലും നന്നാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ മക്കളെ നന്നായിട്ട് ദീനിയാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതേ സന്ദർഭത്തിൽ അവർ ദീനിയുമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു നിഷ്ഠ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ പ്രവർത്തനം കാരണം നിങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ ഈ ഒരു പ്രൊമോഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാതെ മക്കളുടെ കെയർ ഓഫിൽ ഒരാളും സ്വർഗം ഫ്രീ ആയിട്ട് ലഭിക്കില്ല എന്നുള്ള പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ ആ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ പറയാറുണ്ട്. എൻ്റെ മകന്റെ കെയർ ഓഫിൽ എനിക്ക് അവിടെ രക്ഷപ്പെടാമെന്ന് ഒരാളും ചിന്തിക്കേണ്ടതില്ല. കാരണം അതായത് പിതാവ് നിസ്കരിക്കാതെ നോമ്പ് നോക്കാതെ ആളുകളെ പറ്റിച്ച് നടന്ന അവസാനം മകനെ വലിയ പണ്ഡിതനാക്കിയതുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് മക്കളെ ഉപകാരപ്പെടണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം. അതായത് ബേസിക് ആയിട്ട് ആവറേജ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കർമ്മമെങ്കിലും നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ പിന്നീട് മക്കളുടെ കർമ്മം കൊണ്ട് നമുക്ക് ഉപകാരമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രിയ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ആ ഉപദേശം നമ്മൾ സാന്ദർഭികമായിട്ട് ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമത്തു ബിൻതി മുഹമ്മദ് ലാ അഗ്നി അൻകി മിനല്ലാഹി ഷൈഅ. എനിക്ക് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ഒന്നും നൽകാൻ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് സ്വന്തം മക്കളെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് സ്വന്തം കർമ്മങ്ങൾ മാത്രമേ അവിടെ ഉപകാരപ്പെടുകയുള്ളൂ. പിതാവിന്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ മക്കളുടെ കെയർ ഓഫിൽ ഒരാളും അവിടെ രക്ഷപ്പെടുകയില്ല. സ്വന്തം കർമ്മം കാരണം നിങ്ങൾ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മക്കളുടെ കർമ്മം കാരണം പ്രൊമോഷനും മറ്റും ലഭിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ആയത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ സൂറത്തുർ റഹ്മാന്റെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്ക് 2 സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. ഞാൻ നേരത്തെ ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആയത്തുകളിലൂടെ പെട്ടെന്ന് നമ്മൾ കടന്നു പോവുകയാണ്. 2 സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. അതേ സന്ദർഭത്തിൽ 46-ാമത്തെ ആയത്തിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ കാറ്റഗറിയെ സംബന്ധിച്ചാണ് പറയുന്നത്. അതേ സന്ദർഭത്തിൽ നമ്മൾ സൂറത്തിന്റെ അവസാന ഭാഗത്ത് 62-ാമത്തെ ആയത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത കാറ്റഗറിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അതിന് സമാനമായിട്ട്
വമിൻ ദൂനിഹിമ ജന്നത്താൻ, അത് കൂടാതെ മറ്റൊരു സ്വർഗ്ഗത്തോപ്പുണ്ട്. ഇപ്പൊ രണ്ട് കാറ്റഗറിയെ സംബന്ധിച്ചും ഒരേ രൂപത്തിലാണ് വർണ്ണിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ദവാത്ത അഫ്നാൻ, സുഖസൗകര്യങ്ങളുള്ള, പലതരം സുഖസൗകര്യങ്ങളുള്ള സ്വർഗ്ഗത്തോപ്പുകൾ പലതും ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ 64-ാമത്തെ ആയത്തിൽ മുദ്ഹാമ്മത്താൻ, കടും പച്ച അണിഞ്ഞ സ്വർഗ്ഗത്തോപ്പുകൾ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ആദ്യത്തിൽ അരുവികളെ സംബന്ധിച്ച് പറഞ്ഞു, അത് 62-ാമത്തെ ആയത്തിൽ അടുത്ത കാറ്റഗറിയിലും അതിന് സമാനമായത് നൽകുന്നത് പറയുന്നു. പിന്നീട് രണ്ടാമത്തെ ആയത്തിൽ ദവാത്ത അഫ്നാൻ അത് പറഞ്ഞു, അതിന് സമാനമായിട്ട് 64-ാമത്തെ ആയത്തിൽ കടും പച്ച അണിഞ്ഞ തോട്ടങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വീണ്ടും ആ ചോദ്യം, ഇതിനിടയിലെല്ലാം ആ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഫബിയൈ അലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അള്ളാഹിന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹിന്റെ കാരുണ്യം ഓരോന്നായിട്ട് വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യം ആവർത്തിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്ത് 66-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫീഹിമ ഐനാനി തജ്രിയാൻ, അവയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 അരുവികളുണ്ട്. അതേ സന്ദർഭത്തിൽ 66-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും അടുത്ത കാറ്റഗറിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും ഫീഹിമ ഐനാനി നല്ലാഹത്താൻ, കുതിച്ചൊഴുകുന്ന 2 അരുവികളുണ്ടെന്ന് അടുത്ത വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ നിരവധി അരുവികൾ സ്വർഗത്തിൽ, നിരവധി അരുവികൾ ഞാൻ നേരത്തെ പറഞ്ഞു, തേന്റെയും പാലിന്റെയും എല്ലാം രൂപത്തിലുള്ള അരുവികൾ സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾ, പ്രത്യേകം പണ്ഡിതന്മാർ ചില അരുവികൾക്ക് ചില പേരുകൾ നൽകിയതായതെല്ലാം കാണാൻ സാധിക്കും. മഹാനായ താബികളിൽപ്പെട്ട പ്രസിദ്ധ പണ്ഡിതൻ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് വിശദീകരിച്ച സന്ദർഭത്തിൽ സ്വർഗത്തിലെ അരുവികൾ തസ്നീം, സൽസബീൽ, ഇതേ രൂപത്തിലുള്ള നിരവധി പേരുകൾ സ്വർഗത്തിലെ അരുവികൾക്ക് നൽകപ്പെട്ടതായിട്ടെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫീഹിമ മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ, ഓരോ പഴവർഗ്ഗത്തിൽ നിന്നുള്ള 2 ഇനങ്ങൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. അതായത് ഓരോ പഴവർഗ്ഗത്തിന്റെയും 2 കാറ്റഗറി അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് പറയുന്നത്. അതേ സന്ദർഭത്തിൽ 68-ാമത്തെ ആയത്തിൽ അടുത്ത കാറ്റഗറിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഫീഹിമ ഫാക്കിഹത്തും വനഖലും വറുമാൻ, അവിടെ ഈത്തപ്പഴവും അതേപോലെ തന്നെ ഉറുമാൻ പഴവും എല്ലാം പ്രത്യേകമായിട്ട് പേരെടുത്ത് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ കടും പച്ച അണിഞ്ഞ തോട്ടം, അതേപോലെ തന്നെ ഒഴുകുന്ന അരുവികൾ, ഫലവർഗ്ഗങ്ങൾ, ഇതേ രൂപത്തിലുള്ള വർണ്ണനകളാണ് സ്വർഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലുടനീളം നമ്മൾ കാണുന്നത്. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ വിമർശകർ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം അറേബ്യൻ മരുഭൂമിയിലുള്ള ആളുകളുടെ ഭാവനകളാണെന്ന് പരിശുദ്ധ ഖുർആനെ വിമർശിക്കുന്ന ആളുകൾ പറയാറുണ്ട്. അതായത് മരുഭൂമിയിലുള്ള കൊടും ചൂടിൽ അവർക്ക് ഈ പച്ചപ്പും അതേപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങൾ, നദികളെല്ലാം അവർക്ക് വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാവനകളിൽ സൃഷ്ടിച്ച വാക്കുകളാണ് ഇതെല്ലാം എന്ന് നഊദു ബില്ലാഹ് ഇതേ രൂപത്തിൽ അവർ ആരോപിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വർഗത്തെ സംബന്ധിച്ചുള്ള പരിശുദ്ധ ഖുർആന്റെ വർണ്ണനകൾ വായിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സൃഷ്ടാവിനെ നമുക്ക് അടുത്തറിയാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കുക. ഇപ്പൊ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൗതികവാദി, ആ ഭൗതികവാദിക്ക് ഒരു ലോട്ടറി അടിച്ചെന്ന് നിങ്ങൾ കരുതുക. അതായത് ഒരു 10 കോടിയുടെ ഒരു ലോട്ടറി അയാളുടെ കയ്യിൽ ലഭിച്ചു, അത്രയും വലിയൊരു തുക അയാൾക്ക് ലഭിച്ചാൽ എങ്ങനെയായിരിക്കും അയാൾ ആ സ്വത്ത് ആസ്വദിക്കുക? അത്രയും വലിയൊരു തുക കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഭൗതികവാദി എങ്ങനെയായിരിക്കും ആ സ്വത്ത് ആസ്വദിക്കുക? അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടി ലോകത്തെ ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ ടൂർ പോകും. അതായിരിക്കും ആദ്യം അദ്ദേഹം ചെയ്യുക. എന്താണ് പ്രകൃതി രമണീയത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. പച്ചപ്പും അരുവികളെല്ലാം നിറഞ്ഞ പ്രദേശം, അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തേക്ക് ടൂർ പോകും. അതല്ലാതെ നമുക്കറിയാം ആരും മരുഭൂമിയിലേക്ക് ആരും ടൂർ പോകാറില്ല. പിന്നെന്താണ് നീ ചെയ്യാന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, അവിടെ ഏറ്റവും നല്ലൊരു റിസോർട്ടിൽ ഞാൻ താമസിക്കും. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ റിസോർട്ട് ഏത് രൂപത്തിലാണ്, ഏത് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഏത് റിസോർട്ട് നിങ്ങൾ എടുത്തു നോക്കിയാലും അത് എങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ പച്ചപ്പും അരുവികളും തന്നെയാണ്. ലക്ഷറി അല്ലെങ്കിൽ ആർഭാടതയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് പച്ചപ്പും പച്ച നിറത്തിലുള്ള തോട്ടങ്ങളും അരുവികളും. അതില്ലാത്ത ഒരു റിസോർട്ട് ലോകത്തുണ്ടാവില്ല. ഏറ്റവും വിലപിടിപ്പുള്ള ആ റിസോർട്ടിന്റെ ഒക്കെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണുക, അവിടെ അതിമനോഹരമായിട്ടുള്ള പച്ചത്തോട്ടങ്ങളും അതേപോലെ തന്നെ ഒഴുകുന്ന അരുവികളായിരിക്കും. ഏതൊരു സമ്പന്നനായിട്ടുള്ള കോടീശ്വരനും അദ്ദേഹം വീടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കൊട്ടാരം പണിയുന്ന സന്ദർഭത്തിൽ വീടിന് മുമ്പിൽ അതേ രൂപത്തിലുള്ള വെള്ളം ഒഴുകുന്ന അരുവികളും അതേപോലെ തന്നെ പച്ചത്തോട്ടങ്ങളും അവരുണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കൃത്രിമമായിട്ടുള്ള അരുവികൾ ഇതേ രൂപത്തിൽ, അതായത് മനുഷ്യ പ്രകൃതമാണ് ഇതെല്ലാം. സുബ്ഹാനല്ലാഹ്.
പിന്നീട് അയാളോട് ചോദിക്കുക പിന്നീട് എന്താ ചെയ്യുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗേൾഫ്രണ്ടിനെ കൂട്ടി അല്ലെങ്കിൽ ഭാര്യയെ കൂട്ടി ഏറ്റവും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്തേക്ക് ടൂർ പോകും, അവിടെ ഏറ്റവും നല്ല റിസോർട്ടിൽ ഞാൻ താമസിക്കും. പിന്നീട് എന്താണ് നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹം പറയും, ഞാൻ ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും വിലപിടിപ്പുള്ള മുന്തിയ ഭക്ഷണം ഞാൻ കഴിക്കും. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിരവധി സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള ഭക്ഷണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് വന്നാൽ, അതായത് ആ പണമെല്ലാം അദ്ദേഹം അതേ രൂപത്തിൽ ആസ്വദിച്ച് വന്നാൽ, പിന്നീട് അദ്ദേഹം കാലങ്ങളോളം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊക്കെ ആ ദിവസം പറഞ്ഞുകൊണ്ട് അയവിറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അന്നത്തെ ആ ദിവസം അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, അതേ രൂപത്തിൽ അദ്ദേഹം സംസാരിക്കും. കാരണം അതെല്ലാം അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അവശേഷിക്കും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നല്ല മനോഹരമായിട്ടുള്ള സ്ത്രീ, അതേപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങൾ, ഒഴുകുന്ന അരുവികൾ, അതേപോലെ തന്നെ രുചികരമായിട്ടുള്ള ഭക്ഷണം, ഇതെല്ലാം ലോകത്ത് എല്ലാ മനുഷ്യരും ഒരേ രൂപത്തിൽ ഇഷ്ടപ്പെടുന്നതാണ്. ഓരോ മനുഷ്യനും ഇതെല്ലാം സ്വന്താക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്വർഗത്തെ സംബന്ധിച്ച് ഇത്തരം താല്പര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരുടെയും ഫിത്രയിൽ തന്നെ, അല്ലെങ്കിൽ ജന്മനാൽ ഇതിനോടെല്ലാം ഒരു താല്പര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഫിത്രയിലുള്ള ഇത്തരം ആഗ്രഹങ്ങളെ പ്രലോഭിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്ന്. അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ച അള്ളാഹുവിനറിയാം നമ്മുടെ മനസ്സ് കൊതിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിന്റെ തേട്ടങ്ങൾ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രലോഭിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഈ പച്ചപ്പും സ്വർഗീയ സ്ത്രീകളും അരുവികളെല്ലാം ഇത്രയെ ആവർത്തിച്ച് വിശദീകരിക്കാനുള്ള കാരണം. പിന്നീട് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവിടെയുള്ള ഇരിപ്പിടങ്ങളെ സംബന്ധിച്ചാണ്. ഭംഗി എന്താന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പല സ്ഥലത്തും സ്വർഗത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ചെറിയ കാര്യങ്ങൾ തന്നെ ഇത്രയേറെ ഭംഗിയുള്ളതാണെങ്കിൽ വലുതെന്തായിരിക്കും. നേരത്തെ ആ സമുദ്രത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം നിങ്ങൾ ഓർക്കുക. സമുദ്രത്തിലുള്ള ഏറ്റവും ചെറിയ ചെറിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. അപ്പൊ ചെറിയ തന്നെ ഇത്രയും വലിയ അനുഗ്രഹമാണെങ്കിൽ വലുതെന്തായിരിക്കും എന്ന് നമ്മളെ ചിന്തിപ്പിച്ചതുപോലെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ള ചെറിയ കാര്യങ്ങൾ, അവിടെ അടുത്ത ആയത്ത് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുത്തഖീന അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബറഖിൻ വജനൽ ജന്നതൈനി ദാൻ. മുത്തഖീൻ, അവർ ചാരിയിരിക്കും, അലാ ഫുറുഷിൻ, സോഫകൾ, അതിമനോഹരമായിട്ടുള്ള സോഫകളിൽ അവർ ചാരിയിരിക്കും, ബത്വാഇനുഹ, അതിനകത്ത്, അതായത് ബത്വന് നമുക്കറിയാം, ബത്വന് വയറിനാണ് നമ്മൾ ബത്വൻ എന്ന് വിളിക്കാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ പദം ബത്വാഇനുഹ, അവയുടെ അകത്ത് നിറക്കപ്പെട്ടത് ഇസ്തബറഖിൻ, ഒരു തരം അതിമനോഹരമായിട്ടുള്ള ഒരു തരം പട്ട്. ഇവിടെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ നമ്മൾ ഇരിക്കുന്ന സോഫയുടെ അകത്ത് നിറച്ച കാര്യമാണ് പറയുന്നത്, പുറത്തല്ല. നമുക്കറിയാം സോഫയെ സംബന്ധിച്ചിടത്തോളം സോഫ നമ്മൾ അകത്തുള്ള ഭാഗം നമ്മൾ ഒരിക്കലും കാണില്ല, നമ്മൾ എപ്പോഴും കാണുന്നത് പുറത്തുള്ള ഭാഗമാണ്. അതുകൊണ്ടാണ് സോഫ നിർമ്മിക്കുന്ന ആളുകൾ പലപ്പോഴും അകത്ത് അത്ര വലിയ നല്ല സാധനങ്ങളൊന്നല്ല അവർ അകത്ത് നിറക്കാറുള്ളത്. പുറത്തേക്ക് ഏറ്റവും ഭംഗിയായ രൂപത്തിലായിരിക്കും അവർ ഈ സോഫ നിർമ്മിക്കാറുള്ളത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇതിന്റെ ഭംഗി എന്താന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് സോഫക്ക് അകത്തുള്ള കാര്യത്തെ സംബന്ധിച്ചാണ്. ആ സോഫ നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ഏറ്റവും മുന്തിയ ഒരു തരം പട്ടാണ് ആ സോഫക്ക് അകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അകത്ത് ഇത്രയും മുന്തിയ ഒരു തരം പട്ട് കൊണ്ടാണ് നിറച്ചിട്ടുള്ളെങ്കിൽ അതിന്റെ പുറം എങ്ങനെയായിരിക്കും, അതിന്റെ പുറം ഭാഗം ഏത് രൂപത്തിലുള്ളതായിരിക്കും, അത് നമ്മുടെ ഭാവനയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുതന്നിരിക്കാം. സുബ്ഹാനല്ലാഹ്. വജനൽ ജന്നതൈനി ദാൻ, ആയത്തിന്റെ അടുത്ത ഭാഗം, അതിലുള്ള പഴങ്ങൾ ദാൻ, കയ്യെത്തുന്ന ദൂരത്താണ്. അതായത് ഭൂമിയിലുള്ള പല പഴങ്ങളും നമുക്കറിയാം വൃക്ഷത്തിൽ ഓരോ ഹൈറ്റിലാണ് ഇരിക്കുന്നത്, അത് നമ്മൾ പ്രയാസപ്പെട്ട് എടുത്ത് കഴിക്കണം. പക്ഷെ അതേ സന്ദർഭത്തിൽ സ്വർഗത്തിലുള്ള വൃക്ഷങ്ങൾ അത് നമ്മുടെ കയ്യെത്തുന്ന രൂപത്തിൽ, അതായത് അത്രയും ചെറിയ ഹൈറ്റിലാണ് അതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതായത് അത്ര പോലും നിങ്ങൾ കഷ്ടപ്പെടേണ്ട, നിങ്ങൾ കൈകൊണ്ട് എത്താവുന്ന ദൂരത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ട്. അള്ളാഹിന്റെ കാരുണ്യം നിങ്ങൾ നോക്കുക. അതേ സന്ദർഭത്തിൽ സ്വർഗത്തിലുള്ള പഴവർഗ്ഗങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ഇതേ രൂപത്തിലുള്ള ഈ സോഫയെ സംബന്ധിച്ച് വലിയ, അതായത് അടുത്ത കാറ്റഗറിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ 76-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുത്തഖീൻ അലാ റഫ്റഫിൻ ഖുദറിൻ വഅബ്ഖരിയിൻ ഹിസാൻ, പച്ച നിറത്തിലുള്ള ഒരു മെത്തയും പരവതാനിയിലും ഇരുന്നു കൊണ്ട് അവർ സുഖിക്കും എന്നുള്ളതാണ്. അബ്ഖരി എന്നുള്ള പദം അതും ഒരല്പം വിശദീകരിക്കേണ്ട, ഏതായാലും ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ അത് വിശദീകരിക്കുന്നില്ല.
അതായത് ഈ രൂപത്തിലുള്ളതാണ് സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഏതായിരുന്നു ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് പറയാണ്, നമ്മൾ ഈ വിശദീകരിച്ച ഒന്നുമല്ല സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ചിന്തിക്കുക നിങ്ങൾ, നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ സംവിധാനിച്ച് ഇത്രയും കാലം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് നൽകിയ വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നൽകി. അവിടെ നമ്മൾ കാണുന്നതാകട്ടെ നമ്മുടെ ഭാവനകൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ് അവിടെ കാണുന്നത് മുഴുവനും. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. അതെല്ലാം നൽകിയ അള്ളാഹുവിനെ കാണാനുള്ള അവസരം നിങ്ങൾ ചിന്തിച്ച ഒരു ഉപമ, വലില്ലാഹിൽ മസലുൽ അഅല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉപമ നൽകുകയാണ്. അപ്പൊ നമ്മൾ ഭൂമിയിൽ ജനിച്ചു. അപ്പൊ നിങ്ങൾ ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്നൊരു വ്യക്തി, അദ്ദേഹത്തെ നിങ്ങൾ ഒരിക്കൽ പോലും കാണുന്നില്ല. എന്ത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിലും അയാളെ ഫോണിലൂടെ ഒന്ന് വിളിച്ചാൽ മതി, അയാൾ അതിനൊരു പരിഹാരം പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തും, പണമാകട്ടെ എന്തും അയാൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളെ മാതാവ് സ്നേഹിക്കുന്നതിനേക്കാൾ അയാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കുള്ള ഒരാൾ, അത്തരത്തിലൊരാൾ നിങ്ങളെ ഭൂമിയിലുണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് എന്ത് തന്നെ നൽകിയാലും അയാൾ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങൾ ഫോണിലൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അവസാനം നിങ്ങൾ മരിക്കുന്നതിനിടക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ആ വ്യക്തിയെ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളത്. പറയുന്ന സന്ദർഭത്തിൽ ഓർക്കുന്നത്, മുമ്പ് ഏതൊരു പ്രോഗ്രാം കണ്ട സന്ദർഭത്തിൽ അതിൽ ഇതേ രൂപത്തിൽ ഒരു കുട്ടി ഓർഫനാണ്, അതായത് ഒരു ഓർഫനായിട്ടുള്ളൊരു കുട്ടിയാണ്, അനാഥയായിട്ടൊരു കുട്ടി. ആ കുട്ടിക്കൊരു സ്പോൺസർ ഉണ്ട്, വിദേശത്തുള്ള ഏതോ ഒരാളാണ് ആ കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നത്. ഈ കുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം നിറവേറ്റുന്നുണ്ട്. പക്ഷേ ആ സ്പോൺസർ ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഈ കുട്ടി അവസാനം അതിൽ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്കിതെല്ലാം നിർവഹിച്ചു തരുന്ന ആ വ്യക്തിയെ ഒന്ന് കണ്ടു മരിക്കണം എന്നുള്ളതാണ് ആ കുട്ടിയുടെ ആഗ്രഹമായിട്ട് ആ കുട്ടി പറയുന്നത്. ചേർത്ത് ചിന്തിക്കുക. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് സ്വർഗ്ഗവാസികളോട് ചോദിക്കും, ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ലഭിച്ചില്ലേ? ആ സന്ദർഭത്തിൽ അവർ പറയും, എല്ലാം അള്ളാഹുവേ നീ പറയപ്പെട്ടതുപോലെ എല്ലാം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ അവസാനമായിട്ട് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ പ്രത്യക്ഷപ്പെടും. അത്രയും കാലം നമുക്കെല്ലാം നൽകിയ നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ കണ്ണിനെ സൃഷ്ടിച്ച ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുമെന്നുള്ള അതിലും വലിയ ഭാഗ്യം എന്താണ് സഹോദരങ്ങളെ? നമ്മൾ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക്കൽ കരീം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെയും ആ പദം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവിടെയും ലദ്ദത്തൻ നളർ, ഞാൻ നേരത്തെ പറഞ്ഞു ലദ്ദത്തിൻ്റെ ഷാരിബീൻ, കണ്ണിന് മധുരമുള്ള ആ കാഴ്ച കാണാനുള്ള ആ സൗഭാഗ്യം, അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ അവിടെയും കാണുന്നത്. ആ മഹത്തായ സൗഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖിയാമ 75-ാമത്തെ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 22-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉജൂഹുൻ യൗമ ഇദിൻ നാളിറ, ചില മുഖങ്ങൾ അന്ന് ശോഭിക്കും. കാരണം ഇലാ റബ്ബിഹാ നാളിറ, തങ്ങളുടെ രക്ഷിതാവിന്റെ നേർക്ക് ദൃഷ്ടി തിരിച്ച മുഖങ്ങൾ. അതായത് അള്ളാഹുവിനെ നോക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന ആ മുഖങ്ങൾ അത് ശോഭയുള്ളതായിട്ട് മാറും. അള്ളാഹുവിൻ്റെ ആ വജ്ഹ് കാണാനുള്ള സൗഭാഗ്യം അത് സ്വർഗവാസികൾക്ക് നൽകപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലും പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതാണ് സ്വർഗത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ. ഇതിൽ ബോധപൂർവ്വം ഞാൻ വിശദീകരിക്കാതിരുന്നൊരു ഭാഗം, അതായത് ഫീഹിന്ന ഖാസിറാത്തു ത്വർഫ് ലം, അതായത് സ്വർഗീയ സ്ത്രീകളെ സംബന്ധിച്ചുള്ള നിരവധി ആയത്തുകൾ ഇതിനിടയിൽ കടന്നു വരുന്നുണ്ട്. അത് ബോധപൂർവം തന്നെ ഞാൻ മാറ്റിവെച്ചതാണ്. കാരണം അതൊരൽപ്പം വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം സ്വർഗവും സ്ത്രീകളുമായിട്ടുള്ള ആ ഒരു വിഷയം നിരവധി തെറ്റിദ്ധാരണകൾ ഉള്ളതാണ്. പല സ്ത്രീകളും ചോദിക്കാറുണ്ട്, സ്വർഗത്തിനെ സംബന്ധിച്ചുള്ള വർണ്ണനകളിലെല്ലാം കാര്യമായിട്ട് പുരുഷന്മാർക്ക് മാത്രമേ ലഭിക്കുന്നതായിട്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുള്ളൂ, ഞങ്ങൾക്കൊന്നുമില്ല. ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ സ്വർഗീയ സ്ത്രീകളെ സംബന്ധിച്ചുള്ള അതിലുള്ള നിരവധി വർണ്ണനകളും അതിലുള്ള ചില യുക്തിയും ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് ഒരൽപ്പം വിശദമായിട്ട് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൗഭാഗ്യം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.